അച്ഛൻ വീഴുന്ന സമയത്ത് ഓടി ആദ്യം അച്ഛ ഓടിക്കുന്നു പറയെങ്കിലും വീഴുന്ന ആ പോയിന്റിൽ എല്ലാവരും ചിരിക്കുമ്പോൾ അയ്യോ അച്ഛൻ എന്തോ വിളിക്കുന്നുണ്ട് ആ കുട്ടി. അപ്പം എനിക്ക് തോന്നിയത് അവൻ മാത്രമേ ഷോക്ക്ഡ് ആണ്. അപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് അവൻ ഓടിപ്പോയി അച്ഛനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ അത് വെച്ചിട്ട് എഴുതിയാണ്. പക്ഷെ എക്സാക്ട്ലി അങ്ങനെയാണ് സംഭവിച്ചു എന്നാണ് പുള്ളി വന്നപ്പോൾ പറഞ്ഞത്. ഈ തിരുവനന്തപുരം കൊല്ലം ബോർഡറിലാണ് ഈ ഇൻസ്റ്റാഗ്രാമം ജീവിക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പം ഇവരെ നമ്മൾ വേറെ കൊണ്ട് പറിച്ചിടുന്നതിനേക്കാൾ നല്ലത് ഇവരെ ലാംഗ്വേജിൽ നല്ലതായിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ അതുമില്ല ഇത് ആർട്ടിഫിഷ്യൽ ആവും. UK ഇവർ രണ്ടുപേരും ഒരുമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. 6 മൈൽ എന്ന് പറയുന്ന സ്ഥലം, ഞാൻ കോഴിക്കോട് താമസിച്ച സ്ഥലത്തിന്റെ പേര് 6 മൈലിനാണ്. 6 മൈലിന് ഒരുപാട് സ്ഥലം കേരളത്തിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. 7 മൈൽ എഴുതിയിട്ടുണ്ട്, 8 മൈൽ എന്ന് ആലോചിച്ചിട്ട് 10 മൈൽ ആലോചിച്ചു. 10 ഭയങ്കര ലെങ്ത് ആവും. അത് 10 മൈൽ എന്ന് പറയുമ്പോൾ ഒരു 13 കിലോമീറ്റർ വരും. അപ്പം 5 മൈൽ നമ്മൾ കേൾക്കാൻ സുഖമില്ല, 3 മൈൽ കേൾക്കാൻ സുഖമില്ല, അപ്പം 4 അപ്പം 6 മൈൽ അത് കേൾക്കാൻ ഒരു സുഖമാണ്. അങ്ങനെ ഫിറ്റ് ചെയ്ത് തരണം. ഇവർക്ക് നടന്ന് എത്താൻ പറ്റരുത്, അങ്ങനത്തെ ഒരു സ്ഥലം വേണം. ഇത്രയും സീന് ഞങ്ങൾ പ്രിവ്യൂ കാണുമ്പോൾ ഞങ്ങളോട് ലേഡീസ് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കുറേ പ്രീച്ച് ചെയ്യാട്ടൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ഞങ്ങളെ പ്രൊഡ്യൂസേഴ്സൊക്കെ എല്ലാവരും ഇപ്പോൾ 45 ഒക്കെ ആയിട്ടുള്ളവരൊക്കെ ഉണ്ടല്ലോ, അവർ ഹാരിസ് ദേശം, ആദർശ്, അവർക്ക് ഭയങ്കര ഇമോഷൻ. അതാണ് ഉഗ്ര സീൻ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ പറയുന്നത് എല്ലാ ജനറേഷനും ഓരോന്നാണ് ക്യാച്ച് ചെയ്യുന്നത്. അപ്പം പിന്നെ അങ്ങനെ പറയുമ്പം ADC അല്ല, ഇത് അവർക്കുള്ളതാണ്, നിങ്ങൾക്കുള്ളതല്ല, ഇത് നിങ്ങൾക്കുള്ള വേറെ വെച്ചിട്ടില്ലേ. വാഴ 3 കൂടുതൽ പൊളിറ്റിക്കൽ ആവാനാണ് സാധ്യത. ഇല്ല, കുറച്ച് ഞാൻ ചിലപ്പോൾ കുറയ്ക്കും. സ്ത്രീകളുടെ പടങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും കണ്ണീർ സിനിമകളാണെന്നൊരു വിചാരം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതങ്ങനെയല്ല, നമുക്ക് അവരെ ഫൺ സിനിമകൾ എടുക്കാൻ പറ്റുമല്ലോ, എടുത്തിട്ടുണ്ടല്ലോ. വാഴ 2 പോലെ തന്നെ വാഴ 3 കുറച്ച് ഫണ്ണും ഉണ്ടാവും. എന്നാൽ അവരുടെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കും ഞാനൊരു കഥയുടെ ഒരു ഐഡിയ പറയുമ്പോൾ ഇവർ ആദ്യം ജയോ വാഴയോ ഇല്ലെങ്കിൽ ഞാൻ മുൻ ചെയ്ത പടങ്ങൾ വെച്ച് കമ്പയർ ചെയ്ത് അത്രയും വരുന്നില്ലല്ലോ എന്ന് പറയും. അപ്പം എൻ്റെ ഒരു ഇതാണ്, ഇത് അതിനേക്കാൾ മികച്ചതാക്കണമെന്ന് ഞാനൊന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ അടുത്ത് തന്നെ. നമസ്കാരം. വാഴ 200 കോടിയും കഴിഞ്ഞ് കുതിക്കുന്ന ഈ സമയത്ത് റൈറ്ററും പ്രൊഡ്യൂസറുമായ വിപിൻ ദാസ് ആണ് നമ്മോടൊപ്പം. സ്വാഗതം. നമസ്കാരം. ഈ ബ്രെയിൻലെസ് എൻ്റർടൈനറുകളുടെ കാലത്ത് എന്തുകൊണ്ടാണ് ഒരു ഇമോഷണൽ ഡ്രാമ? അല്ലേ, ഞാൻ അങ്ങനെ നോക്കിയിട്ടല്ല പടങ്ങൾ ചെയ്യുന്നത്. ഇപ്പം തൊട്ടുമ്പോൾ ഗുരുവായൂർ ചെയ്ത് ബ്രെയിൻലെസ് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തന്നെയാണ് ചെയ്തത്. അപ്പം ഓരോ സിനിമയ്ക്കും ആവശ്യമായ കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഈ പറയുന്ന ബയോപിക് എന്നുള്ള ടാഗുള്ളതുകൊണ്ട് എല്ലാവരും കണക്ട് ചെയ്യുക, റിലേറ്റബിലിറ്റി എന്നുള്ള സാധനം വെച്ച് ചെയ്യുമ്പോൾ ഈ സൊസൈറ്റിയും പേഴ്സണൽ ലൈഫും അല്ലെങ്കിൽ കുടുംബജീവിതം ഒക്കെ അതിനകത്ത്, ഫ്രണ്ട്ഷിപ്പൊക്കെ അതിനകത്ത് വരുമല്ലോ. അപ്പം അതുകൊണ്ടുണ്ടാവുന്ന മാറ്റങ്ങളും അല്ലെങ്കിൽ ഉണ്ടാവുന്ന കണക്ഷൻസിൽ വെച്ചിട്ടാണ് സിനിമ ചെയ്യുന്നതുകൊണ്ട് എപ്പോഴും ആ ഒരു സാധനത്തിലോട്ട് എത്തുന്നു, അല്ലാതെ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ഇപ്പം വാഴ ഫ്രാഞ്ചൈസിലെ ആദ്യത്തെ സിനിമ വന്നപ്പോൾ അത് ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ് ആയിരുന്നു. വാഴ 2 ബയോപിക് ഓഫ് എ ബില്യൺ ബ്രോസ് ആണ്. ഇതിൽ ബ്രൊമാൻസും ഉണ്ട്, അതുപോലെ തന്നെ സിബ്ലിങ്സ് തമ്മിലുള്ള ബോണ്ടും ഉണ്ട്. ഇതിൻ്റെ ഒരു സിങ്ക് ആണോ ഉദ്ദേശിച്ചത്? ആ സിങ്കിനേക്കാൾ കൂടുതൽ ഞാൻ എപ്പോഴും പറയുന്നത് ഇതൊരു 2 പടത്തില്ല, ഞാൻ 3 പടമായിട്ടാണ് കണക്ട് ചെയ്തത്. ജയ ഉൾപ്പെടെ പറഞ്ഞത്. ജയയുടെ ഫസ്റ്റ് തോട്ടിലേക്ക് ഞാൻ ബയോപിക് ഓഫ് എ ബില്യൺ വുമൺ എന്ന് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം വുമൺ മെൻഷൻ ചെയ്യുന്നത്. അപ്പം ആ ഒരു കാറ്റഗറിയിലിട്ട് വരുമ്പോൾ നമുക്ക് ഈ റിലേഷൻഷിപ്പുകൾ വെച്ചിട്ടും ആളുകളുടെ POVs, ആളുകളുടെ ഇമോഷൻസ് വെച്ചിട്ടും എന്തൊക്കെ പറയാൻ പറ്റും, നമ്മളിങ്ങനെയാണോ സിനിമയിൽ, സൊസൈറ്റി അല്ലെങ്കിൽ ജീവിതത്തെ നോക്കി കാണേണ്ടത്, ഇങ്ങനെയാണോ നമ്മൾ മറ്റുള്ളവരെ നോക്കി കാണേണ്ടത് എന്നുള്ളൊക്കെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് ഈ 3 സിനിമകളും ബിൽഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കാണുന്നതൊക്കെ റിയൽ തന്നെയാണോ, ഈ ചോദ്യങ്ങളാണ് നമ്മൾ ആ സിനിമയിലൂടെ. അതിനകത്ത് പ്രത്യേക ഒരു കഥയൊന്നും ഈ 3 സിനിമയിലും ഇല്ല. എനിക്കൊരു കഥ പറയാനില്ല. കുറേ ഇൻസിഡൻസും സീൻസും ഈ പറഞ്ഞ ജീവിത രീതികളും ജീവിത ശൈലികളും അതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നുള്ള ചോദ്യങ്ങളും അതൊക്കെ നിങ്ങൾ കാണുന്നത് ശരിയാണോ എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഈ സിനിമകൾ എപ്പോഴും പോകുന്നത്. ഇപ്പോൾ വാഴയിലെ ആദ്യ ചിത്രം വന്ന സമയത്ത് അതിന് വലിയ ഹൈപ്പ് ഉണ്ടായിരുന്നില്ല, കാരണം താരങ്ങളായിരുന്നില്ല, റീൽസിൽ വന്നിട്ടുള്ള ആളുകൾ. അപ്പോൾ പക്ഷേ ആ സിനിമ കാര്യമായിട്ട് ഓടിയതുകൊണ്ട്, വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ടതുകൊണ്ട് രണ്ടാമത്തെ സീക്വലിലെ 2ാമത്തെ പടം വരുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ഹൈപ്പുണ്ട്, പ്രതീക്ഷയുണ്ട്. ഞാൻ സാധാരണ ഫസ്റ്റ് ഡേ സിനിമ കാണുന്ന ആളല്ല. അപ്പോൾ ഫസ്റ്റ് ഡേ സിനിമ കണ്ട് വന്ന എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്, തിയേറ്ററിലിരുന്ന് പല ആളുകളും കരയാണ്, ഭയങ്കര ഇമോഷണലാണ്, ചിരിക്കാനുള്ളതിനേക്കാൾ കരയാനാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ള ആദ്യത്തെ ഒരു തോട്ട്, ഇപ്പോൾ നമ്മളൊരു വെക്കേഷൻ ടൈമാണ്, നമുക്ക് സിനിമ കാണാൻ പോയിട്ട് ഒരു സെൻറ്റിമെൻ്റൽ ഡ്രാമ കാണണോ, കരയണോ എന്നൊക്കെയാണ് എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ള ആദ്യത്തെ തോട്ട്. ഒരു വെക്കേഷൻ മൂഡിൽ, ആ വൈബിൽ ഒരു ഇമോഷണൽ ഡ്രാമ പിടിച്ചാൽ ഒരു പക്ഷെ തിരിച്ചടി ആവുമെന്ന് ഒരു സമയത്തും തോന്നിയിട്ടില്ലേ? അല്ല, ഇതൊന്നും നമ്മൾ വിചാരിച്ചു, നമ്മൾ കഴിഞ്ഞ വെക്കേഷൻ തുടങ്ങിയതാണ്. നമ്മൾ ചിലപ്പോൾ ഓണത്തിനോ ക്രിസ്മസിനോ അല്ലെങ്കിൽ ദീപാവലിക്ക് റിലീസ് ചെയ്യുമെന്ന് വിചാരിച്ച പടമാണ്. നമ്മൾ സമയമെടുത്ത് വന്നപ്പം വെക്കേഷൻ കൊടുത്തത്. എന്ന് റിലീസ് ചെയ്യുമെന്ന് നമുക്ക് അന്നും ഐഡിയ ഇല്ല, ഇന്നും ഐഡിയ ഇല്ല.
ബേസിക്കലി ആളുമായിട്ട് കണക്ട് ചെയ്താൽ സിനിമ പോകും എന്നുള്ള സാധനത്തിലാണ് നമ്മൾ വാഴ 1ഉം ഈ ഒക്കെ കണക്ട് ചെയ്തത്. അത് തന്നെയാണ് വാഴ 2 അപ്ലൈ ചെയ്തത്. അപ്പോൾ അതിന് മേലിലോട്ട് വേറെ ഒന്നും ചിന്തിക്കാനില്ല. അതിനകത്തൊരു ആരെങ്കിലും ഗ്ലോറിഫൈ ചെയ്തിട്ട് ഹീറോയെ ഗ്ലോറിഫൈ ചെയ്യണം, ഇല്ലെങ്കിൽ ഹീറോയ്ക്ക് അങ്ങനെ ഒരു ഇൻട്രോ കൊടുക്കണം, ഇല്ല വരുന്ന നായികയ്ക്ക് ഒരു ഇൻട്രോ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു ടെംപ്ലേറ്റ്സ് ഒന്നും ഈ പടത്തിന് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം 3 സിനിമയും ഒരുമിച്ച് കണ്ടാൽ ഒരു നോർമൽ സിനിമയിലുള്ള സീൻസ് അല്ല. നോർമൽ ഒരു 80 മുതൽ 100 വരെ സീനുള്ള സിനിമയാണെങ്കിൽ ജയിൽ എനിക്കൊന്ന് 230 സീനുണ്ട്. വാഴയിൽ അതുപോലെ ഒരു 180 സീനുണ്ട്. വാഴ 2 ഇപ്പോൾ ഓൾമോസ്റ്റ് 300 സീനുണ്ട്. എന്നുവെച്ചാൽ കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റി നമ്മൾ സീനായിട്ടാണ് കാണുന്നത്. അപ്പം അതെടുക്കാൻ നമുക്കൊരു ദിവസം എടുക്കും, ചിലപ്പോൾ അല്ലെങ്കിൽ അര ദിവസം എടുക്കും. അപ്പം ഈ റിലേറ്റബിലിറ്റി എന്നുള്ള പരിപാടി അല്ലാതെ വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അപ്പം നമ്മൾ മാക്സിമം അതിനകത്തുള്ള ഒരു കണ്ടന്റ് കയറ്റുക, അത് ആളുകൾക്ക് മുന്നോട്ട് ഇട്ട് കൊടുക്കുക, അതിൽ ആളുകൾ തിരിച്ചറിയുക, ക്യാരക്ടർ തിരിച്ചറിയപ്പെടുക, മെച്യൂർ ആവുക എന്നുള്ളതല്ലാതെ ഇതിനെക്കുറിച്ച് വേറെ ഒന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ഈ റിലേറ്റബിലിറ്റിയുടെ കാര്യം പറയുമ്പോൾ പൊതുവെ ജെൻസി അതല്ലെങ്കിൽ ജെൻ ആൽഫ മോഡിലുള്ള ഒരു പടം എന്ന് പ്രതീക്ഷിക്കപ്പെട്ടെങ്കിലും എനിക്ക് തോന്നുന്നു മില്ലേനിയൽസ് ജെൻസിയേക്കാൾ കൂടുതൽ ഈ സിനിമ എൻജോയ് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പുള്ള ജനറേഷൻസും അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള കുട്ടികളുടെ കഥയാണെങ്കിലും അത് എല്ലാ ജനറേഷനും കണക്ട് ചെയ്യണം എന്നൊരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. ഇല്ല, അങ്ങനെയും ഉണ്ടായിരുന്നില്ല. നമുക്ക് ജെൻസി സിനിമ ചെയ്യണം തന്നെയായിരുന്നു. അവരുടെ ലൈഫ്, അവരുടെ പ്രശ്നങ്ങൾ ഫോക്കസ് ചെയ്യുക എന്നുള്ള മൈൻഡിൽ തന്നെയാണ്. പക്ഷെ നമ്മൾ എഴുതുന്നത് നമ്മൾ എന്തായാലും ജെൻസീസ് അല്ലല്ലോ. അപ്പം നമുക്ക് ഈ ഇമോഷൻസിലൊക്കെ കുറച്ച് പുറകിലോട്ടൊക്കെ പോകേണ്ടി വരും. ഇപ്പോൾ പറഞ്ഞില്ല, തിയേറ്റർ സീനിൽ ബുക്ക് മൈ ഷോയിൽ ബുക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടാണ് എല്ലാവരും പോകുന്നത്. പക്ഷെ നമ്മൾ അത് കാണിക്കുന്നത് ഇപ്പോഴും ക്യൂ നിന്ന് എടുക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ചില സാധനങ്ങൾ നമ്മൾ നമ്മുടെ ലൈഫിൽ നിന്നൊക്കെ എടുക്കുന്നതുകൊണ്ട് കുറച്ച് കണക്ടിവിറ്റി അങ്ങോട്ടും പോകുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് ചെയ്യുന്നതല്ല. ഇതൊക്കെ വർക്കാവും, ഇഷ്ടപ്പെടും എന്ന് വിചാരിച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് എങ്ങനെയൊക്കെ കണക്റ്റ് ആവും, ഇത് എവിടെയൊക്കെ ചെന്ന് നിൽക്കും നമുക്ക് ഒരു ഐഡിയയും സിനിമ ഇറങ്ങുന്നവരുണ്ടാവില്ല. അപ്പം നമുക്കിത് വർക്കാവും, ഇഷ്ടപ്പെടും എന്നല്ലാതെ അതിനപ്പുറത്തോട്ടുള്ള റീഡിങ്ങുകളോ ഇല്ല അതിനകത്ത് ഇപ്പം തരംതിരികളോ ജെൻസി ആണോ ആൽഫയാണോ അല്ലെങ്കിൽ മില്ലേനിയം ആണോ എന്നുള്ള തരംതിരികളൊക്കെ നമ്മൾ റിയലൈസ് ചെയ്യും. നമുക്ക് ആ സമയത്ത് ഇതൊന്നും തലയിൽ നിൽക്കില്ല. ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. ഇത് ആൾക്കാരെല്ലാം ഒരു കുടക്കീഴിൽ നമ്മൾ കാണുന്നുള്ളൂ. സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല. സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ ഈ പല നെറേറ്റീവിലും പല ആളുകളുടെ റൈറ്റിങ്ങിലും റിവ്യൂസിലൊക്കെയാണ് നമ്മൾ മനസ്സിലാവുന്നത്. അതിൽ ആളുകൾ പറയുമ്പോഴേക്കാണ് മനസ്സിലാവുന്നത് ഇത് ജെൻസിക്ക് ഈ ഭാഗങ്ങളാണ് ഇഷ്ടപ്പെട്ടത്, മില്ലേനിയത്തിന് ഇതാണ് ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ 90s ഇത് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നത്. അത് അപ്പോഴേ നമ്മൾ തിരിച്ചറിയുന്നുള്ളൂ. അതുവരെ നമ്മൾ അതിനെക്കുറിച്ച് ബോധേടല്ല. ഇപ്പം ഹാഷിറിനെയും ടീമിനെയും വലിയ തോതിൽ ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ അവരുടെ മാനറിസവും അവരുടെ ഭാഷയൊക്കെ പരിചിതമാണ് റീൽസ് കാണുന്ന ആളുകൾക്ക്. അവർ 4 പേരെയും അതേപോലെ എടുത്തിട്ട് സിനിമയിലേക്ക് ഒരു കഥയിലേക്ക് വെച്ചിരിക്കുകയാണ്. കഥ പക്ഷേ യൂണീക്ക് ആയിട്ടുള്ളൊരു കഥയാണ്. അപ്പോൾ അവരുടെ ഭാഷയും ഒക്കെ റീൽസിലുള്ള അതേ ഭാഷയാണ്. അതൊരു വെല്ലുവിളിയാവും, അതല്ലെങ്കിൽ കുറച്ച് മൊണോട്ടോണസ് ആയിട്ട് നിരന്തരം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് തോന്നും. അങ്ങനെ എപ്പോഴെങ്കിലും ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടായിരുന്നു? അത് ഉറപ്പായിട്ടുണ്ടാകും. കാര്യം നമുക്ക് അതൊരു ഗുണമാണ് ദോഷമായിട്ട് മാറും. അത് ഒരു നാരോ ലൈനാണ്. അതായത് നമ്മൾ അതുപോലെ ചെയ്താൽ ഇത് റീലി കണ്ടാലെന്ന് പറയും, ഇപ്പുറത്തോട്ട് വന്നാൽ ഇതല്ലല്ലോ നമ്മൾ കാണാൻ ആഗ്രഹിച്ചതെന്നും പറയും. അപ്പം ഇത് നമ്മൾ ബാലൻസ് ചെയ്യുക എന്നുള്ള പരിപാടിയിലാണ് പോയിക്കുന്നത്. അപ്പോൾ അതിന് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അവർക്ക് വിട്ടുകൊടുക്കുകയും അവരെ സ്റ്റൈലാക്കുകയും കുറച്ച് സാധനങ്ങൾ നമ്മുടെ സ്റ്റൈലാക്കുകയും ചെയ്യുന്നൊരു പ്ലാൻ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഇവർ 4 പേരും കൂടെ ഇരുന്ന് സംസാരിക്കുന്നതാണ് ഇവരുടെ റീൽ എപ്പോഴും, അല്ലെങ്കിൽ ഇവർ 4 പേരുടെ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നമ്മളത് ആദ്യം ഒഴിവാക്കി. അങ്ങനത്തെ സീനുകളെ വെച്ചിട്ടില്ല. ഒരു 2 സീൻ എന്തേ ഉള്ളൂ, അങ്ങനെയുള്ളൂ. 4 പേരും കൂടെ ഒരുമിച്ച് ഇരുന്ന് ഒരിടത്ത് സംസാരിക്കുന്ന 2 സീനേ വെച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ അങ്ങനെ സെപ്പറേറ്റ് ആണ് ഇവരെപ്പോഴും. വന്ന് ഒന്നിൽ 2 പേര്, ഇല്ലെങ്കിൽ ഒരാൾ ഒന്നും ഇല്ല, രണ്ടാമത്തെ ആളൊന്നും, അങ്ങനെ തന്നെയാണ് ഇൻട്രോ തന്നെ വരുന്നത്. ഒരുമിച്ചല്ല അവർ കാണിച്ചു തുടങ്ങുന്നത്. അപ്പം ആ സെപ്പറേഷൻ അത് ഒരു മനഃപൂർവ്വം ചെയ്തു വെച്ചാണ്. എന്നിട്ട് അതിനകത്ത് ഇരുന്നിട്ട് നമ്മളുണ്ടാക്കുന്ന ഡയലോഗ്സിലൊക്കെ അവരുടെ കോൺട്രിബ്യൂഷൻ നമ്മൾ എടുക്കാറുണ്ട്. അപ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞാൽ മതി, അങ്ങനെ അവർക്കത് കംഫർട്ടാണ് അത് പറയുക. ചിലപ്പോൾ നമ്മളെക്കാട്ടി ഈ പറയുന്ന ജെൻസി ഐഡിയാസ് അവർക്കായിരിക്കും കൂടുതൽ. അപ്പം അവർ പറയുന്നത് ചിലപ്പോൾ നമ്മൾ ചില സാധനങ്ങൾ എടുക്കും, ചില സാധനം എടുക്കില്ല. അതിപ്പോൾ ഡയറക്ടർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കോറൈറ്റേഴ്സ്, അല്ലെങ്കിൽ ADs, അല്ലെങ്കിൽ ക്യാമറ ടീം, ഇല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന 6 കോൺട്രിബ്യൂട്ട് ചെയ്ത് കൊള്ളാമെങ്കിൽ അത് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഇവരുടെ സ്റ്റൈല് ചിലത് വരും, ചിലത് വരില്ല. അപ്പോൾ ഇതൊരു മിക്സായിട്ട് തന്നെ കൊണ്ടുപോയി. അതായത് ഇപ്പോൾ സിനിമയുടെ ഷൂട്ടിൻ്റെ സമയത്ത് തന്നെ കഥ എഴുതപ്പെടുകയോ അത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു നാച്ചുറൽ വേയിൽ അങ്ങ് സംഭവിക്കുകയായിരുന്നു? അതെ, ഉറപ്പാണ്. നമ്മൾ നേരത്തെ എഴുതി വെച്ചൊരു കഥയല്ല. അപ്പം ആദ്യം നമുക്ക് ആ സ്കൂൾ പോർഷൻ നമ്മളൊരു ഐഡിയ ഉണ്ടായിരുന്നു, എന്തൊക്കെ ചെയ്യണം, ആ ഇൻട്രോൽ പോർഷനൊക്കെ. പക്ഷെ വീട് എങ്ങനെ ഇരിക്കണം, ആരൊക്കെ ഉണ്ട് വീട്ടിൽ, അച്ഛനെങ്ങനെ ഇരിക്കും, അമ്മ ഇരിക്കണം, അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിൽ കഥ ഇങ്ങോട്ട് പോകുന്നൊക്കെ ചെറിയ നാരോ ഐഡിയാസ് മാത്രമേ ഉള്ളൂ. അതെങ്ങനെ വർക്കാവും എന്നറിയില്ല. അപ്പോൾ പക്ഷെ നമ്മൾ സ്കൂൾ പോർഷൻ ഷൂട്ട് തുടങ്ങേണ്ടി വന്നു നേരത്തെ, ഈ എഴുതി തീരുന്നതിന് മുമ്പ്. കാര്യം ഏപ്രിൽ മെയിലാണ് നമുക്ക് ആ സ്കൂൾ കിട്ടുക അവൈലബിൾ ആയിട്ട്. അപ്പം അത് മിസ്സായ പിന്നെ അടുത്ത വർഷം ഏപ്രിൽ മെയിൽ നമുക്ക് ആ 2 മാസം കിട്ടുള്ളൂ. അപ്പം ഒരു വർഷം ഡയറക്ടർ ഉൾപ്പെടെ, അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ നമ്മൾ ലോക്ക് ചെയ്ത് വെറുതെ ഇരിക്കണം. പ്രത്യേകിച്ച് ഹാഷിനെ പോലുള്ളവർക്ക് വേറെയും പടങ്ങൾ വരുന്നുണ്ടാവും. അപ്പം നമ്മൾ അവരുടെ കരിയറും ഒരു 2 വർഷത്തേക്ക് പിടിച്ചു വയ്ക്കാൻ പാടില്ല എന്നുള്ള അങ്ങനത്തെ ഒരു ഇതിൽ
നമ്മളൊരു റിസ്ക് എടുക്കുക എന്നുള്ള രീതിയിൽ സ്കൂൾ പോർഷൻ തുടങ്ങി. അതിലെന്തൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഫസ്റ്റ് ഹാഫ് ഒരു 10 ദിവസമൊക്കെ ഷൂട്ട് പോയപ്പോൾ നമുക്കൊരു ഇവരെങ്ങനെയൊക്കെ പെരുമാറുന്നു, ഇവർക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കുറച്ച് ഐഡിയാസ്, ലവബിൾ ആയിട്ടുള്ള ഒരാൾ ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന സാധനം വന്നിട്ടാണ് പിന്നെ ഇവരെ പാരൻസിനൊക്കെ നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഉറപ്പൊന്നും ആർക്കും കൊടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ഓരോരുത്തരായിട്ട് അതിനകത്ത് ആഡ് ചെയ്ത് നമ്മൾ ആ സ്കൂൾ പോർഷനിൽ അവർ ഉപയോഗിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിൻ്റെ സീനുകൾ നോക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ കുട്ടിക്കാലം ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിൽ എവിടെയൊക്കെയാണ് കുറവുകളുള്ളത്, മാറ്റങ്ങൾ, അത് ഓരോന്നും കണ്ടാണ് നമ്മളൊരു ഓരോ 15 മിനിറ്റ് കണ്ടിട്ട് നമ്മൾക്ക് പോയിട്ടുള്ളത്. സ്കൂൾ മൊത്തം ഒരിക്കൽ കണ്ടു. സെക്കൻഡ് ഹാഫിൻ്റെ കുറേ പോർഷൻസ് പിന്നെ നമ്മൾ കണ്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ UK പോർഷൻസിലോട്ടും ക്ലൈമാക്സിലോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് കുട്ടിക്കാലം വന്നിട്ട് ബ്ലെൻഡ് ചെയ്യുക ചെയ്തു. ഇപ്പോൾ ഹാഷറായാലും അലനായാലും അജിനായാലും വിനായകായാലും ജെൻസി തലമുറയുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. അവരുടെ മാനറിസങ്ങളും സംസാരങ്ങളും ഒക്കെ അങ്ങനെയാണ്. പക്ഷെ മേക്കേഴ്സ് മില്ലേനിയൽസ് ആണ് താനും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടായിരുന്നു? നമുക്ക് രണ്ടുപേരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊരു പോയിന്റിലാണ് സിനിമ നടക്കുന്നത്. അല്ലാതെ നമ്മൾ ഇതിങ്ങനെ എഴുതി ഇങ്ങനെ തന്നെ ഷൂട്ട് ചെയ്യണമെന്നുള്ള സാധനം നിർബന്ധം എനിക്കും ഇല്ല, ഡയറക്ടർക്കും ഇല്ല, അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾക്കോ ടെക്നീഷ്യനൊന്നുമില്ല. എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യും, എല്ലാവരും സജഷൻസ് പറയും. പിന്നുള്ളൊരു കാര്യം, ഇവർക്ക് കൃത്യമായി ഇതൊരു സിനിമയാണെന്നുള്ള ധാരണ ഇവർക്കും ഉണ്ട്, ആക്ഷൻ ടീമിനുണ്ട്. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെയ്യുള്ളൂ. ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്ത് അവരും അത് കൊളവാക്കാൻ ആഗ്രഹിക്കുന്നില്ല. കിട്ടുന്ന സീനകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു സാധനം അവർ ആലോചിക്കുന്നില്ല. പിന്നെ അവർക്കൊരു പ്രോപ്പർ വർക്ക്ഷോപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഇതെങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ മെച്യൂരിറ്റിയിൽ ഇത് ഹാൻഡിൽ ചെയ്യണം, ഓരോ സീനിലും എന്തൊക്കെ കൊടുക്കണം എന്നുള്ളൊരു സാധനം അവർക്ക് ആ ഡയലോഗ്സിലാണെങ്കിലും ഇമോഷണലാണ്, അത് ഓൾറെഡി പ്രിപ്പയർഡ് ആണ്. ഈവൻ കാസ്റ്റിംഗ് ഡയറക്ടറിൻ്റെ വർക്ക്ഷോപ്പിലൊക്കെ ആയിട്ട്. അപ്പം അവരെ നമ്മളൊരു സിനിമയിലോട്ട് ടോൺ ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ. മറ്റ് ഫസ്റ്റ് സിനിമയിൽ അവർ വെറുതെ പ്ലേസ് ചെയ്തിട്ട് നിങ്ങൾ എന്തുകൊണ്ടോ പറഞ്ഞു, എന്തുകൊണ്ട് ചെയ്തോ, ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്തോ, അത് നമ്മൾ എടുത്തോളാം എന്ന് പറയുന്നിടത്തുനിന്ന് ഇവിടെ വരുമ്പോൾ കൃത്യമായിട്ട് ഇതൊരു മെച്ചുവേർഡായിട്ട് ഹാൻഡിൽ ചെയ്യണമെന്ന് അവർക്ക് പറയുകയും അത് അവരെ പഠിപ്പിക്കുകയും ശീലിപ്പിക്കുകയും ചെയ്തിട്ടാണ് സിനിമയിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ അതും അവരെ ജെൻസി ആറ്റിറ്റ്യൂഡ് വരുമ്പം ഇവിടെ അത് ബ്ലെൻഡാണ് നമ്മളിപ്പോൾ കാണുന്നത്. കൊല്ലം ഭാഷയാണ് ഈ സിനിമയിൽ. ജയഹേലും ആയിരുന്നു, വാഴ 1-ലും ആയിരുന്നു. സാധാരണ മുഖ്യധാര മലയാള സിനിമയുടെ ഭാഷയല്ല. കൊല്ലം ഭാഷയൊന്നും എനിക്ക് തോന്നുന്നു അങ്ങനെ കണ്ടിട്ടില്ല. അത് വളരെ മനഃപൂർവ്വം എടുത്തിട്ടുള്ളൊരു ഡിസിഷനാണ്. അല്ല, അറിയാതെ വന്നതാണ്. ഒന്ന് ജയ ചെയ്ത് എനിക്ക് കശുവണ്ടിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ പറയണം എന്നുള്ളപ്പോൾ രണ്ടിടത്ത് കശുവണ്ടിയുള്ളൂ. ഒന്ന് കണ്ണൂരും ഒന്ന് കൊല്ലവും. കണ്ണൂരിൻ്റെ ഒരു പശ്ചാത്തലം അതെങ്ങനെ ഇരിക്കുന്നു എന്ന് എനിക്കൊരു യാതൊരു ഐഡിയ. ഞാൻ ആദ്യം പോയി കണ്ട സ്ഥലമൊന്നുമല്ല. പിന്നുള്ളത് കൊല്ലമാണ്. കൊല്ലം എനിക്കറിയാം, കുറച്ച് ബന്ധുക്കളും സുഹൃത്തുക്കളും ഉള്ള സ്ഥലവും അവരുടെ സ്ലാങ് അറിയാം. ചില രസമുള്ള ഈ കളിയാക്കാനൊക്കെ ഭയങ്കര ഈസി ആയിട്ടുള്ള ലാംഗ്വേജ് മുകേഷ് ചെയ്യുന്നൊരു സാധനം. അവിടെ കൊല്ലത്ത് വരുന്നവർക്കെല്ലാം ഒരു സ്റ്റൈൽ ഓഫ് നെറേറ്റീവ് ഉണ്ട്, ഒരു ഡയലോഗ് ഡെലിവറിയിലൊക്കെ. അപ്പോൾ അതും ഒരു കാരണമാണ്. പ്ലസ് ഈ കശുവണ്ടി ആയിരുന്നു എൻ്റെ മെയിൻ കട. ഇവിടോട്ട് വാഴയിലോട്ട് വരുമ്പോൾ എന്ന് വെച്ചാൽ ഇവരെല്ലാം കൊല്ലംകാരാണ്. ഈ തിരുവനന്തപുരം കൊല്ലം ബോർഡറാണ്. ഈ തിരുവനന്തപുരം കൊല്ലം ബോർഡറിലാണ് ഈ ഇൻസ്റ്റാഗ്രാമും ജീവിക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പം ഇവരെ നമ്മൾ വേറെ കൊണ്ട് പറിച്ചിടുന്നതിനേക്കാൾ നല്ലത് ഇവരുടെ ലാംഗ്വേജിൽ നല്ലതായിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ അതുമില്ല ഇത് വരും. നമ്മൾ ഷൂട്ട് ചെയ്ത് മൊത്തം ആലുവയിലാണ്. പക്ഷെ കൂടുതലും ആർട്ടിസ്റ്റുകളൊക്കെ ആ ഭാഗത്ത് നിന്ന് എടുത്തു. പിന്നെ ഈ തിരുവനന്തപുരത്താണ് എൻ്റെ നാട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൊല്ലം കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാനും കുറച്ചുകൂടെ കണക്ട് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതുകൊണ്ട് അടുത്താണ്. അല്ലാതെ അല്ല, സാധാരണ മലയാള സിനിമ വള്ളുവനാടൻ ഭാഷ, അത് മാത്രമല്ല ഈ മുസ്ലിം പശ്ചാത്തലം വരുന്ന സിനിമകളിലൊക്കെ മലബാർ ഭാഷയിലാണ് സംസാരിക്കാറ്. പക്ഷേ എനിക്ക് തോന്നുന്നു പക്ഷെ മലബാറിലുള്ള ആളുകൾക്ക് ഇവർ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ കുറച്ച് കൗതുകമായിരിക്കും. കാര്യം വെച്ചാൽ ഇത് എനിക്കറിയാത്തൊരു ഏരിയ. ഇപ്പം ഇവിടുന്ന് കോഴിക്കോട് നിന്ന് അങ്ങോട്ട് അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് അങ്ങോട്ട് കുറച്ച് പോയി കഴിഞ്ഞാൽ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. പോയി ഒരു വിസിറ്ററെ പോയി കണ്ട പരിചയം എനിക്കേ ഉള്ളൂ. അപ്പം എനിക്കറിയാത്ത ഭാഷയും പശ്ചാത്തലവും ഞാൻ പറഞ്ഞു കുളവാക്കുന്നതിനേക്കാൾ നല്ല എനിക്കറിയാവുന്ന ഏരിയയിൽ ഇപ്പോൾ ഞാൻ ഇപ്പോൾ അടുത്ത് ചെയ്യുന്ന സന്തോഷ് ട്രോഫി അടൂർ തിരുവല്ല ഏരിയയാണ്. അത് കുറച്ചുകൂടി എനിക്ക് മനസ്സിലാവുന്ന ഏരിയയാണ്. കൂടിപ്പോയി എനിക്ക് എറണാകുളം വരെ പിടിക്കാൻ പറ്റും. അപ്പുറത്തോട്ട് പോകണമെങ്കിൽ അത് വേറൊരാൾ എഴുതേണ്ടി വരും. ആ ഭാഷയും സ്ഥലവും പശ്ചാത്തലവും കൾച്ചറൊക്കെ അറിയാവുന്ന ആൾക്കാർ. അപ്പോൾ അതൊക്കെ ചെയ്യാൻ അവിടെ മുസ്ലിം ബരാരിയും ഇപ്പം സക്കറിയും ഇല്ലെങ്കിൽ രതീഷ് പൊതുവാളൊക്കെ ഉണ്ടല്ലോ അവിടെ. ചിദംബരം അവർക്ക് അത് അറിയാന്നുള്ളതുകൊണ്ട് അങ്ങനെ ഒരു ഭാഷാ വൈവിധ്യം. ഞാനിപ്പോൾ ഈ അടുത്ത് പെണ്ണും പോരാട്ടം കണ്ടപ്പോൾ അതിൽ പാലക്കാട് ഭാഷയാണ്. സെന്ന ഹെഗ്ഡയുടെ സിനിമ ആണ്, അത് കാഞ്ഞങ്ങാട് ഭാഷയാണ്. അപ്പോൾ നമ്മുടെ ഇത്തരത്തിൽ കേരളത്തിൻ്റെ ഈ ഭാഷാ വൈവിധ്യം സിനിമ വലിയ തോതിൽ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഉറപ്പായിട്ടും നമ്മുടെ ചുറ്റുമുള്ള കഥകളിൽ നമ്മൾ എപ്പോഴും പറയാൻ സമയം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു ഒരു റിയലിസ്റ്റിക് പടം എന്നുള്ള ഫീലിലൊക്കെ ആളുകൾ കാണുന്നതിന്. അതായത് നമുക്ക് ചുറ്റുമുള്ള സാധനം പറയുകയാണെങ്കിൽ അത്ര റിയലിസ്റ്റിക് ആയിട്ട് പറയണമെങ്കിൽ നമുക്കത് അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് അതിനുള്ള ഇപ്പം റൈറ്ററും ഇല്ലെങ്കിൽ അതിനെ കൂടെ ഹെൽപ്പ് ചെയ്യാനുള്ള ആൾക്കാരൊക്കെ വേണം. അപ്പം നമുക്ക് ഞാൻ എന്തെങ്കിലും അങ്ങനെ ഒരു പടം ചെയ്യുന്നത് എനിക്ക് അവിടെ നിന്നൊക്കെയുള്ള റൈറ്റേഴ്സിന് വേണ്ടി വരും. അപ്പോൾ അതില്ലാത്തടത്തോളം കാലം സേഫായിട്ട് പോയി. ഞാൻ ആ സൈഡിൽ നല്ല ഡയറക്ടേഴ്സ് ഉണ്ട്, അവരെ കഥകൾ വൃത്തിയായിട്ട് പറയും. അപ്പോൾ എനിക്കിത് ഈ മുസ്ലിം പശ്ചാത്തലം ഞാൻ കോഴിക്കോടോ അല്ലെങ്കിൽ മലപ്പുറത്തോ കൊണ്ട് പ്ലേസ് ചെയ്താൽ എനിക്കത് എന്തൊക്കെ പറയാൻ പറ്റുന്നത് എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ ഈ കൊല്ലമാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഈസിയാണ്, കുറച്ചുകൂടെ മനസ്സിലാവും. തിരുവനന്തപുരത്തിൻ്റെ ഏതാണ്ട് സെയിം ആണ്. അപ്പോൾ ആ ഒരു ബേസിലാണ് നമ്മളത്
കാണുന്നത്. അല്ല നമുക്കിത് ഇവിടെ പ്ലേസ് ചെയ്യുന്ന നിർബന്ധമല്ല, നമുക്ക് അറിയാവുന്നത് ഇതാണ്, അപ്പോൾ ഇതിൽ ചെയ്യാന്നുള്ളതാണ്. നിരവധി സോഷ്യൽ ഇഷ്യൂസ് ഇതിലൊരു ലെയറായിട്ട് വരുന്നുണ്ട്. അത് പാരൻറ്റിങ്, സ്കൂളിംഗ് തുടങ്ങി മറ്റ് മയക്കുമരുന്ന് അടക്കമുള്ള സാമൂഹ്യ വിഷയങ്ങളിലേക്ക് വരുന്നുണ്ട്. മറ്റ് സിനിമകൾ നോക്കിയാലും വളരെ സൈലൻ്റ് ആയിട്ടെങ്കിലും അതിൻ്റെ ഒരു പ്രതലത്തിൽ കാണാം നമ്മുടെ സൊസൈറ്റൽ ഇഷ്യൂസ്. അതൊരു ബോധപൂർവമായിട്ടുള്ള തീരുമാനമാണ്. ഉറപ്പായിട്ടും ബോധപൂർവമായിട്ട് തന്നെയാണ്. കാര്യം നമ്മൾ സിനിമയിലൂടെ ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യില്ല. ഞാൻ പഠിച്ച മൊത്തം സിനിമയെന്നാണ്, ഞാൻ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ സിനിമകൾ കണ്ടുള്ള ആളാണ്. അപ്പോൾ എൻ്റെ ഈ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തതോ അല്ലെ എൻ്റെ സാമൂഹ്യ പശ്ചാത്തലം എന്ത് ഡെവലപ്പ് ചെയ്തതും ഞാൻ ഒരു മാറിയത് സിനിമകൾ കണ്ടിട്ടാണ് കൂടുതലും. അപ്പോൾ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ സിനിമയാണ് കണ്ടിട്ടുള്ളത്. അപ്പം അതെന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പം പലരും പല കാലഘട്ടങ്ങളിൽ ചെയ്ത സിനിമകൾ നമ്മൾ ഇപ്പോൾ ആയിരിക്കുമ്പോൾ അങ്ങനെ ഡെയറിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അപ്പം നമ്മളെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുമ്പോൾ നമുക്കിതൊക്കെ പറയാമെന്നല്ലാതെ നമുക്ക് ആധികാരികമായിട്ട് പറയാനുള്ള ഒരു അവകാശമൊന്നുമില്ല. അപ്പോൾ പറയുക, ബാക്കി എൻ്റെ ഡിസിഷൻ മേക്കർ വ്യൂവേഴ്സ് തന്നെയാണ്, ഇല്ല എൻ്റെ ബന്ധപ്പെട്ട ആളുകൾ തന്നെയായി. ഇപ്പം നമ്മൾ ഗ്രൗണ്ടിൻ്റെ കാര്യം പറഞ്ഞ പോലെ അത് നിങ്ങൾ ഡിസൈഡ് ചെയ്യാന്നുള്ളത്, ഇതാണ് എൻ്റെ കോർ ഇഷ്യൂ എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാൻ പറ്റും. ചിലപ്പം ഇത് ഞാൻ പറഞ്ഞ തെറ്റായിരിക്കാം, അപ്പോൾ അതല്ലാന്ന് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. അപ്പോൾ ഇത് സിനിമയിലൂടെ എനിക്ക് ഡിസ്കഷൻ പോയിന്റിലോട്ട് എത്തിക്കുക എന്നല്ലാതെ ഒരു സോഷ്യൽ ഇഷ്യൂവും ഇതിൻ്റെ അവസാന വാക്ക് ഞാനാണെന്നോ ഞാൻ പറഞ്ഞത് ശരിയാണെന്നോ പറ്റില്ല. കാര്യം ഒരു 10 വർഷം കഴിയുമ്പോൾ ഇത് തെറ്റായി മാറാം ചിലപ്പോൾ. ഇപ്പം ഞാൻ ജയിൽ ഉണ്ടാകുന്നൊരു പ്ലാൻ, ഇപ്പം സ്ത്രീകളുടെ ഈക്വാലിറ്റിയെക്കുറിച്ച് പറയുന്നൊരു സിനിമ 10, 25 ഒരു 50 വർഷം കഴിയുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. അത് ഓൾറെഡി ഈക്വാലിറ്റിയാണ്. പക്ഷേ ഇയാളെന്തിനും ഇങ്ങനൊരു പടം പറഞ്ഞത്, ഇത് ഓൾറെഡി ഇങ്ങനെയാണല്ലോ എന്ന് പറയുമ്പോൾ അത് തെറ്റായി മാറാം. അപ്പം അതൊക്കെ നമുക്ക് ടേബിളിൽ കൊണ്ട് വയ്ക്കാമെന്നല്ലാതെ അതിനൊരു ഡിസിഷൻ മേക്കറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പം ഈ ഇഷ്യൂസ് നമുക്ക് കൊണ്ട് ഇട്ട് കൊടുക്കുക, അതിൽ അവർ ഡിസൈഡ് ചെയ്യുക എന്നുള്ളത്, അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം, നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഇട്ട് കൊടുക്കുക എന്നുള്ളൊരു സ്വഭാവം ഈ പടങ്ങൾക്കുണ്ട്. ഈ 3 പടങ്ങൾക്ക് അത് പ്രത്യേകിച്ചുണ്ട്. ഇപ്പം ജയഹയിലെ കോർട്ട് റൂം ഡ്രാമ, വാഴ 1 ബേസിലിൻ്റെ പോലീസ് സ്റ്റേഷൻ സീൻ, വാഴ 2 അൽഫോൺസ് പുത്രൻ്റെ സ്കൂൾ PTA മീറ്റിങ്ങിലെ രംഗം, ഇതിൽ ഒക്കെ കോമൺ ആയിട്ട് സോഷ്യൽ ഇഷ്യൂസിനോടുള്ള ഒരു പ്രതികരണം കൂടിയാണല്ലോ. അപ്പോൾ നിങ്ങൾ വല്ലാതെ ഉപദേശിച്ച് നാടിനെ നന്നാക്കി കളയാമെന്ന് വിചാരിക്കുന്നുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചോ? പിന്നെ ചോദിക്കരുത്. നമ്മൾ ഇപ്പം നമ്മുടെ കൂടെ ഉള്ളവരും ചിലപ്പോൾ ചോദിക്കും, ഇത് ഇച്ചിരി പ്രീച്ച് ആയില്ലേ, അഡ്വൈസ് ആയില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ചിലപ്പോൾ ആവും. അത് പ്രത്യേകിച്ച് എനിക്ക് പുത്രൻ്റെ സീൻ ഭയങ്കരമായിട്ട് തോന്നിയിരുന്നു ഒരു സമയത്ത്. അപ്പം നമ്മൾ അതിനുവേണ്ടി അത് ഭയങ്കര പ്രീച്ച് ചെയ്യാതിരിക്കാനാണ് ഇൻ്റർകട്ടുകളിൽ അങ്ങോട്ട് പോവുക, വീണ്ടും വാഷ്റൂമിലോട്ട് പോവുക, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോട്ട് പോവുക, ഹോസ്പിറ്റലിലോട്ട് പോകുക എന്നുള്ള സാധനങ്ങൾ ആഡ് ചെയ്ത് കുറച്ചൊക്കെ ഒന്ന് മാനേജ് ചെയ്യുന്നു. പക്ഷേ ഈ സാധനങ്ങൾ അഡ്രസ്സ് ചെയ്യാനാണ് ഈ സിനിമ വച്ചിരിക്കുന്നുള്ള നല്ല ബോധ്യമുണ്ട്. ഞാൻ അത് എനിക്ക് വേണമെങ്കിൽ ഇത് ഗുരുവായൂരമ്പലയുടെ ചെയ്യായിരുന്നു. ഇപ്പോൾ ഗുരുവായൂരമ്പലയിൽ ആളുകൾ പറയുന്ന ഒരു എന്താ പറയുക, ഡെപ്ത് ഇല്ലാത്ത ഒരു പോപ്കോൺ സിനിമയായിട്ടാണ് ഞാനത് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പറയുന്നത് ഇതാണോ സിനിമ, ഇതിനകത്തൊന്നുമില്ലല്ലോ എന്ന് പറയുന്നത് എടുത്ത് ഞാനത് അങ്ങനെ എടുത്തിരിക്കുന്നത്. കാര്യം അതിനകത്ത് വേണമെങ്കിൽ എനിക്ക് ഇതുപോലത്തെ കുറേ ഉപദേശമോ ഇല്ല, കുറച്ച് ഇമോഷണൽ കുത്തി കയറ്റിയിട്ട് ഒന്ന് നീറ്റാക്കിയിട്ടൊക്കെ ഒന്ന് തേച്ച് എനിക്ക് ഇറക്കാം. ഞാൻ അതിലൊന്നും അത് വേണ്ട, ആ സിനിമ അത് പറയാനല്ല ഉപയോഗിക്കുന്നത്, അത് രസകരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതിന് പ്രത്യേക കാഴ്ചയ്ക്കപ്പുറം ഒന്നും വേണ്ട എന്നുള്ള തീരുമാനത്തിലാണ്. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ എന്നാൽ അത് പൊളിറ്റിക്കലി റോങ് ആവാനും പാടില്ല, ഒരുപാട് എന്നുള്ള സാധനമുണ്ട്. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമ എടുക്കുന്നത്. സോഷ്യൽ ഇഷ്യൂ ഇല്ലാതെ ഈ 3 സിനിമകളും ഇല്ല, പിന്നെ ഞാൻ എന്തിനാണ് ഈ സിനിമ ചെയ്യേണ്ടായിരുന്നു? അതെ, അല്ല ഈ ഫസ്റ്റ് ഹാഫ് നല്ല പേസിൽ വന്നിട്ട് അതിനുശേഷം ഈ അൽഫോൺസ് പുത്രൻ്റെ സീനിലേക്ക് വരുമ്പോൾ ഒരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും അങ്ങനെ ഒരു ലാഗ് ഒന്നും ആരും അതിന് ശേഷം കുറച്ച് ഇച്ചിരി സ്ലോ ആവുന്നുണ്ടാവാം ചിലപ്പോൾ. പക്ഷെ അതിനുശേഷമുള്ള ആ ഒരു UK പോകുന്നവരുടെ സമയത്ത് കുറച്ച് ലാഗ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരു 3 മിനിറ്റ് കട്ട് ചെയ്യാന്നുള്ളൊരു പ്ലാനൊക്കെ ഉണ്ടായി. പിന്നെയും ഞങ്ങൾ വിചാരിച്ചു ശരിയൊക്കെ ലാഗ് ഇന്ന് ക്ഷമയൊക്കെ ഒന്ന് പരീക്ഷിക്കട്ടെ എന്ന് ഇരുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇനി ഭയങ്കര അഭിപ്രായം വരികയാണെങ്കിൽ നമുക്ക് റീസെൻറ്റർ ചെയ്തൊന്ന് 3 മിനിറ്റ് കളയാം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായി. 3 മിനിറ്റ് ഞങ്ങൾ ആ 3 മിനിറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ആ 3 മിനിറ്റ് നിങ്ങൾക്ക് ഒരു 15 മിനിറ്റുള്ള ഫീൽ ചെയ്യാം ചിലപ്പോൾ. അപ്പം ഞാൻ വിചാരിച്ചു 2.25 മണിക്കൂർ സിനിമയിൽ ആൾ ഫുൾ ടൈം സിനിമയിൽ ഇങ്ങനെ എൻഗേജ് ആയിട്ടിരിക്കുന്നത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അതിനകത്തിടയിൽ ഒന്ന് റിലാക്സ് ആയിക്കോട്ടെ, ഒന്ന് ഫോണൊക്കെ നോക്കട്ടെ, ഒന്നുമില്ല, ഒന്ന് മയപ്പെടുത്താം, എന്തെങ്കിലും വീട്ടിലെ കാര്യമോ ലോണിൻ്റെ കാര്യമൊക്കെ ഒന്ന് ആലോചിച്ചിട്ടൊന്ന് കട്ടായി തിരിച്ചു വന്നപ്പോൾ വീണ്ടും റിഫ്രഷ് ആവർ കയറിയിട്ട് അപ്പോൾ ആ കുറച്ച് ലാഗ്, പ്രത്യേകിച്ച് ആ മറ്റേ പോലടന്നൊക്കെ പറഞ്ഞ സാധനം കുറച്ച് ലാഗാണ്. ക്യാഷ് ഫോൺ ഇത് കുറച്ച് ലാഗുണ്ട്. ഒന്ന് റിലാക്സ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുത്താണ്. ചിലപ്പോൾ ഭയങ്കര ലാഗാണെങ്കിൽ നമുക്ക് ഭയങ്കര കുറ്റം പറയുകയാണെങ്കിൽ നമുക്കത് ഡിലീറ്റ് ചെയ്യാമെന്നുള്ള പ്ലാൻ ഉണ്ടാക്കി. അപ്പം ഈ ടൈം ബോണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. ആ മൊമെൻറ്റം കീപ്പ് ചെയ്ത് പോകണമെന്നുള്ള ഭയങ്കര നിർബന്ധം അന്നുമുണ്ട് ഇന്നുമുണ്ട്. അപ്പോൾ ആ മൊമെൻറ്റത്തിൽ പുത്രൻ്റെ സീൻ ഒരിക്കലും നമ്മളെ ബാധിക്കില്ല. അത് പുത്രൻ്റെ സീന് ഞങ്ങൾ
ഞങ്ങൾ പ്രിവ്യൂ കാണുമ്പോൾ ഞങ്ങളോടുള്ള ADs യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കുറേ പ്രീച്ച് ചെയ്യാട്ടൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ഞങ്ങളെ പ്രൊഡ്യൂസേഴ്സൊക്കെ എല്ലാവരും എബോവ് 45 ഒക്കെ ആയിട്ടുള്ളവരൊക്കെ ഉണ്ടല്ലോ, അവർ ഹാരിസ് ദേശം, ആദർശ്, അവർക്ക് ഭയങ്കര ഇമോഷൻ, അതാണ് ഉഗ്ര സീൻ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ പറയുന്നത് എല്ലാ ജനറേഷനും ഓരോന്നാണ് ക്യാച്ച് ചെയ്യുന്നത്. അപ്പം പിന്നെ അങ്ങനെ പറയുമ്പം ADs അല്ല, ഇത് അവർക്കുള്ളതാടാ, നിങ്ങൾക്കുള്ളതല്ല, ഇത് നിങ്ങൾക്കുള്ള വേറെ വെച്ചിട്ടില്ലേ എന്ന് പറയുന്നൊരു സാധനം ബാലൻസ് ചെയ്ത് പോകുന്നതാണ്. ഇപ്പോൾ സാധാരണ ഈ മോട്ടിവേഷണൽ റോളുകളിൽ വരാറുള്ളത് പള്ളിയിലച്ചന്മാരോ അധ്യാപകരോ അതല്ലെങ്കിൽ കാർന്നോമാരോ ഒക്കെയാണ്. 2 സിനിമയിലും പോലീസുകാരാണ്. ഒന്നിൽ ബേസിൽ, രണ്ടാമത്തേതിൽ അൽഫോൺസ് പുത്രൻ. അങ്ങനെ പോലീസുകാർക്കൊരു മോട്ടിവേഷണൽ റോൾ ഇല്ല. നമുക്കിത് പറയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കാണ് പറ്റുക? ഞാൻ പറയുമ്പോൾ കമാൻഡ് ചെയ്ത് പറയുമ്പോൾ സ്കൂളിലെ പ്രിൻസിപ്പാൾ മുതൽ സാർ ഉൾപ്പെടെ, ഇല്ലെങ്കിൽ പാരൻസ് ഉൾപ്പെടെ കേട്ടുകൊണ്ടിരിക്കണമെങ്കിൽ ആര് പറയണം? പിള്ളേർ പറഞ്ഞിട്ട് കാര്യമില്ല, നായകന്മാർ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അവർ പറയുമ്പോൾ കുറച്ച് പ്രീച്ച് ആയി പോവാം, അല്ലെങ്കിൽ ഓവർഡു ഗ്ലോറിഫൈ ചെയ്യുന്നില്ല. അപ്പം ഒരു കമാൻഡിങ് പവറുള്ള ഒരു ജഡ്ജി, ജയലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഇല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഈ DSP റാങ്കിലൊരാൾ, ഇല്ലെങ്കിൽ നാളെ ഒരു അഡ്വക്കേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ചുകൂടി ആളുകൾ മെച്യൂറായിട്ട് അത് കേൾക്കുള്ളൂ. അല്ലാതെ ഞാനൊരു വഴിയെ പോകുന്ന ആൾ ചിലപ്പോൾ പറഞ്ഞാൽ ചിലപ്പോൾ അത് കിട്ടുമെന്ന് ഡൗട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ക്യാരക്ടറിലോട്ട് ഈ പറഞ്ഞ സിനിമയിലെ ക്യാരക്ടേഴ്സും അത് ലിസൺ ചെയ്യണമല്ലോ. ന്യൂസ് മീഡിയ എന്നല്ല, സോഷ്യൽ മീഡിയ എന്ന് എവിടെ നിന്ന് വന്നാലും ഞാൻ ന്യൂസ് മീഡിയയിലാണ് ഈ പപ്പടം മെയിനായിട്ട് വന്നത്, പപ്പടത്തിൻ്റെ ആയിരിക്കും. അപ്പം അത് പപ്പടത്തിന് വേണ്ടി കൊല്ലത്തടിയുന്നുള്ളൂ. അപ്പം അതൊരു ക്ലിക്ക് ബൈറ്റ് ആയിട്ട് തന്നെ അവർ കാണുന്നത്. അപ്പോൾ എന്തുകൊണ്ട് പപ്പടത്തിന് വേണ്ടി ഒരു പപ്പടം ചോദിച്ചതുകൊണ്ട് ഒരാൾ ആരെങ്കിലും തല്ലാമെന്ന് പെട്ടെന്ന് തോന്നില്ല. ചിലപ്പം ഈ പറഞ്ഞ അയാൾ മദ്യപിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇവർ തമ്മിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാം, അല്ലെങ്കിൽ അതിന് തൊട്ടുമുമ്പ് എന്തെങ്കിലും ഒരു ക്ലാഷ് ഉണ്ടായിരിക്കാം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വെച്ചിട്ടായിരിക്കും ഇത് തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഇവർ ലഹരിക്ക് അടിമയായിരിക്കാം, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പക്ഷേ പേര് പപ്പടം വെച്ചിട്ട് ക്യാച്ച് ചെയ്തെങ്കിൽ വിടുന്നത്. ഇതിൻ്റെ ലെയർസിൽ ഇറങ്ങി ജേർണലിസ്റ്റുകൾ പരിശോധിക്കുന്നില്ല എന്നൊരു സാധനം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എല്ലാവരോടും പറയുന്നു. അപ്പം നമ്മളത് പരിശോധിക്കുമ്പോൾ ഇതെങ്ങനെ പറയാമെന്നുള്ളത് പറയുമ്പോൾ ഇത് പ്രീച്ച് ആവുമെങ്കിൽ പോലും ഞാൻ പറയുന്നത് ഇല്ല, ഇത് ഇങ്ങനെയല്ല റീഡ് ചെയ്യേണ്ടതെന്നുള്ളൊരു സാധനം ഞാൻ ബുക്ക് വായിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സിനിമ കണ്ടിട്ട് ഞങ്ങളിന്ന് ഡിസ്കസ് ചെയ്യും. ADs ഉണ്ടൊക്കെ ചില സമയത്ത് ഇതെങ്ങനെയാണ്, നീ കണ്ടത് എങ്ങനെയാണ്, ഞാൻ കാണുന്നത് എങ്ങനെയാണ്, ഇതിന് ഇങ്ങനൊരു മീനിങ് ഇല്ലേ എന്നൊക്കെ പറയുന്ന സാധനം. ഇത് ഈ ഡിസ്കഷൻ ടേബിൾ പണ്ട് ജേർണലിസ്റ്റുകൾ ചെയ്യുന്ന ഒരു സാധനത്തിൽ നിന്ന് പഠിച്ചതാണ്. അതിപ്പോൾ ഇല്ലാത്തപ്പോൾ നമുക്ക് അത് പറയാനുള്ള അവസരം കിട്ടുന്നത്. ഇതിന് ശേഷം ബിജുകുട്ടനെ കാണാൻ വന്നിരുന്നത്, യഥാർത്ഥത്തിൽ പടക്കം പൊട്ടിച്ച് വീണ ആള്, യഥാർത്ഥത്തിൽ അതിന് ഇങ്ങനത്തെ ഒരു വശം അതിന് ഉണ്ട് എന്ന് ഒബ്സർവ് ചെയ്തതാണോ, അല്ലെങ്കിൽ അറിഞ്ഞ് മനസ്സിലാക്കി? അറിയില്ലല്ലോ, ഞാനത് അയാളെ പേര് പോലും എനിക്ക് അന്ന് അറിയില്ല, ഇന്നുമല്ല. അപ്പം ഞാൻ ബിജുക്കുട്ടൻ ചേട്ടനെ വന്ന് കണ്ടു എന്ന് പറഞ്ഞിട്ട് ബിജുക്കുട്ടൻ എന്നെ വിളിച്ചായിരുന്നു. പക്ഷെ ഞാൻ ഫോൺ എടുക്കാൻ, ഞാൻ വേറെ സ്ഥലത്തായിരുന്നു എടുക്കുന്നില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞ് തിരിച്ചു പുള്ളി പോവുകയും ചെയ്തു. അപ്പം എനിക്ക് തോന്നിയൊരു കാര്യം, ആ കുഞ്ഞ് വീണ സമയത്ത്, അച്ഛൻ വീഴുന്ന സമയത്ത് ആദ്യം അച്ഛ ഓടിക്കുമെന്ന് പറയെങ്കിലും വീഴുന്ന ആ പോയിന്റിൽ എല്ലാവരും ചിരിക്കുമ്പോൾ അയ്യോന്നോ അച്ഛനോ എന്തോ ഒരു വിളിക്കുന്നുണ്ട് ആ കുട്ടി. അപ്പം എനിക്ക് തോന്നിയത് അവൻ മാത്രമേ ഷോക്ക്ഡ് ആണ്. അപ്പം 2-3 പ്രാവശ്യം നമുക്കത് ഭയങ്കര ഡാർക്കാവും, അവൻ്റെ ഒരു മാനസിക ആ സമയത്തുള്ളൊരു ബുദ്ധിമുട്ട് നമുക്ക് കിട്ടുമല്ലോ. അപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് അവൻ ഓടിപ്പോൾ അച്ഛനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ അത് വെച്ചിട്ട് എഴുതിയാണ്. പക്ഷെ എക്സാക്ട്ലി അങ്ങനെയാണ് സംഭവിച്ചു എന്നാണ് പുള്ളി വന്നപ്പോൾ പറഞ്ഞത്. അപ്പം ഞാനത് അത് മാനുഷികമായൊരു ഇമോഷനാണല്ലോ, കുട്ടിക്ക് എന്തായാലും അച്ഛനെ പോയി കെട്ടിപ്പിടിക്കാൻ തോന്നുന്നു വെച്ചിട്ട് എഴുതിയാണ്. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. അത് കോയിൻസിഡൻസ് അത് അങ്ങനെ ഉണ്ടാവാൻ വഴിയുള്ളൂ. അപ്പം അത് നമ്മൾ കണ്ടിട്ടില്ല. നമ്മളിപ്പം ഒരാൾ വീഴുമ്പോൾ ചിരിക്കുന്നത് നമ്മൾ ചിരിക്കാറുണ്ടാവും, പക്ഷേ എപ്പോഴും റിപ്പീറ്റ് ചിരി അയാൾക്കതൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടായെന്നൊക്കെ ഞാൻ പിന്നീട് അറിയുന്നത്. പിന്നെ എനിക്ക് തോന്നിയത് ഞാനിതെങ്ങാനും അത് കോമഡി ആയിട്ട് അവതരിപ്പിച്ചിരുന്നെങ്കിൽ ഇത് മൊത്തം എനിക്ക് എഗൻസ്റ്റ് ആയിട്ടും കൂടെ വന്നേനെന്ന് വെച്ചപ്പോൾ ഇപ്പം ആലോചിക്കുമ്പം ഈ കോമഡിയായി കാണുന്ന പല കാര്യങ്ങൾക്ക് പിറകിലും ഒരു സങ്കടം ഉണ്ടാവാം. അതെ, ഈ POV ചേഞ്ച് തന്നെയാണ് നമ്മൾ ഈ ജേർണലിസ്റ്റിൻ്റെ കാഴ്ചക്കപ്പുറം എന്നുള്ളതാണ്. എഡിറ്റോറിയൽ കാണുന്ന പോലെ എല്ലാ സബ്ജക്റ്റിലും ഞാനിപ്പോൾ ഒരു റീല് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വീണ്ടും അത് കണ്ടു നോക്കും, എന്തിനാണ് ഇത്ര ഇമ്പാക്റ്റ്. ഇപ്പോൾ ഹാഷിൻ്റെ റീൽസ് കാണുമ്പോഴും ഇവർ പറഞ്ഞ എന്തൊക്കെയാണ് കൊച്ചു കേരളത്തിൽ ഇത്ര ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കുമ്പോൾ ഇപ്പോൾ ജെൻസി പയ്യനും പറഞ്ഞ ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് അങ്ങനെ വേർഡ് നമ്മൾ ആലോചിക്കുന്നില്ലല്ലോ. അവൻ എന്തുകൊണ്ട് ആലോചിച്ചില്ല, അവൻ പറയുമ്പോൾ എന്ത് രസമായിട്ട് പറയുന്നത്, അത് ചിലപ്പോൾ നമുക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്യും, അതൊരു വലിയ കാര്യമായിട്ട് തോന്നും. അപ്പം ഇത് കുറച്ച് നേരം നമ്മൾ ആലോചിക്കുമ്പോൾ കിട്ടും. ഇപ്പം സിനിമയിൽ അത് ഭയങ്കരമായിട്ട് വേസ്റ്റ് ആയില്ല. പിന്നെ ഞാനത് മിക്സിങ്ങിൽ കണ്ടപ്പോൾ എനിക്ക് ഒന്നും കൂടെ ഒച്ച കൂട്ടിയിരുന്നില്ല, അത് കേൾപ്പിച്ചതേ കൊള്ളാൻ തോന്നി. ഈ നമ്മുടെ രവീന്ദ്രൻ ചേട്ടൻ ആ മദ്യപിക്കുന്ന സീനിൽ അജിൻ മദ്യപിക്കുമ്പോൾ പറയുന്നുണ്ട് എന്തൊരു സൗന്ദര്യമാണെന്ന്. ഒരാൾ മദ്യപിക്കുന്നതാണെന്നോ എന്ത് സൗന്ദര്യമാണെന്ന് പറയുന്ന ആൾക്ക് എങ്ങനെ ആ തോട്ടും നമ്മൾ എഴുതി കൊടുത്ത ഡയലോഗല്ല, രവീന്ദ്രൻ ചേട്ടൻ പറഞ്ഞൊരു ഡയലോഗാണ്. അപ്പോൾ ഒരാൾ വെറുതെ ഇരുന്ന ഒരാൾ ആസ്വദിക്കുന്നത്, മദ്യപിക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ആസ്വദിക്കുന്നതിലും സൗന്ദര്യമായിട്ട് ആൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് രവീന്ദ്രൻ എന്നുള്ള വ്യക്തിയോട് ഭയങ്കര റെസ്പെക്ട്, അയാൾ അങ്ങനെയാണ് എന്നെ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ഇയാൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നു, എന്തുകൊണ്ട് കാണുന്നു എന്നുള്ള എപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. ഒരു സിനിമ കാണുമ്പോഴും ഇയാൾക്ക് എങ്ങനെ ഈ തോട്ട് വന്നു,
എന്നൊക്കെ ആലോചിക്കണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഇതൊക്കെ. അപ്പോൾ ഇപ്പോൾ ഈ ഗൾഫ് സീനിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് UK വിദ്യാഭ്യാസം അതല്ലെങ്കിൽ എബ്രോഡ് സ്റ്റഡി എന്ന് പറയുന്നത് ഒരു വളരെ കേരളത്തിൽ നിന്ന് മടുത്ത കുട്ടികൾ അവിടെ പോയി അവിടെ സ്വർഗമാണെന്നൊരു പൊതു പെർസ്പെക്റ്റീവാണ് ഉള്ളത്. പക്ഷേ അതിന് വിരുദ്ധമായ ഒരു കാഴ്ചയാണ് സിനിമ നൽകുന്നത്. അല്ലെങ്കിൽ അവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികൾ പോയാൽ പലർക്കും ഫേസ് ചെയ്യാൻ വേണ്ടി വരുന്ന സാഹചര്യം എന്ത് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ ഗൾഫിലെ വർക്ക് സൈറ്റ് അതുപോലെ കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വാഴ 1 കൺസ്ട്രെയിൻസ് ഒന്നും ഇല്ലാണ്ട് നന്നായിട്ടെല്ലാം അതിൻ്റെ റിയൽ സെൻസിൽ തന്നെ ഷൂട്ട് ചെയ്യാനുള്ള ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? ഉറപ്പായിട്ടും നമുക്ക് വാഴ 1ൻ്റെ വിജയം അത് നമുക്ക് ഗുണം ചെയ്തു. നമ്മൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം കുറച്ചുകൂടെ അതിലെന്തെങ്കിലും പരിമിതികൾ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യണമെങ്കിൽ കുറച്ച് സമയം വേണം. ഒരു സൂപ്പർ സ്റ്റാർ പടത്തിൻ്റെ സമയം നമ്മൾ എടുത്തിട്ടുണ്ട്. കാര്യം വെച്ചാൽ അതെന്നാലേ ആളുകളിലോട്ട് എത്തുള്ളൂ. അപ്പം നമ്മളെപ്പോഴും പറയുന്നത് സിനിമയുടെ കണ്ടൻറ്റാണ് സംസാരിക്കേണ്ടത്, ബാക്കിയൊക്കെ സെക്കൻഡറി ആണ്. അപ്പം ഈ സിനിമയ്ക്ക് കണ്ടന്റ് പറയാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ഓരോ പിൻ പോയിന്റുകൾ ആളുകളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ അവിടെ ഒന്നും വീക്കാവാൻ പാടില്ല എന്ന് വിചാരിക്കുമ്പം നമ്മൾ ഇതിനെയൊക്കെ ഗ്ലോറിഫൈ, ഇപ്പോൾ UK പോകുന്നതും ദുബായി പോകുന്നതും ഗ്ലോറിഫൈ ചെയ്ത് അവിടുത്തെ നല്ല കാഴ്ച കാണിച്ച സിനിമ പിന്നെ പറയാനൊന്നും ഉണ്ടാവില്ല. നമ്മുടെ സിനിമ കൊണ്ട് ഇവർ അടിച്ചുപൊളി, ഇപ്പം നമ്മൾ ഗുരുവായൂരിലും ദുബായിലും ഇരിക്കുന്ന ബേസിൽ നമ്മൾ കാണിക്കുന്നു, പക്ഷേ അയാൾ അവിടെ നന്നായിട്ട് ജീവിക്കുന്നു. അതെ. അപ്പോൾ ആ സിനിമയിൽ അതല്ല അത് പറയേണ്ടത്, അതിൻ്റെ രസകരമായ മുഹൂർത്തങ്ങൾ മതി. ഇവിടെ വരുമ്പം നമ്മൾ റിയാലിറ്റി ചെക്കാണ് എപ്പോഴും. അത് വാഴ 1ലും JJയിലും ഇതിലും ഞാൻ എപ്പോഴും അതിൻ്റെ നെഗറ്റീവ് സൈഡൊക്കെ എന്തുകൊണ്ട് അതിനെ എക്സ്പ്ലോർ ചെയ്യാനാണ് എപ്പോഴും അന്നും ഇന്നും ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ UK പോയി ഇതാണ് എൻ്റെ ബുദ്ധിമുട്ടുള്ള ഏരിയ. അത് നിങ്ങൾ കണ്ടിട്ടുമാണ് ഇവിടുന്ന് കയറിപ്പം, പക്ഷെ പലത് കണ്ടിട്ടല്ല പോകുന്നത്. ദുബായി പോകുന്നതും ഇവിടെ എടുത്തുചാടി പോകുന്നതാണ്. അപ്പം ഇതൊന്നും കാണാതെ എടുത്തുചാടി പോകുന്നതിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ഇത് തന്നെയായിരിക്കും. അപ്പം അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും. ശരിക്കും 4 പേരും യഥാർത്ഥത്തിൽ 4 സ്ഥലത്തേക്ക് ചിതറുകയാണ്. അതിൽ UK-യിൽ ഇവർ 2 പേരും ഒരുമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. 6-ാം മൈൽ എന്ന് പറയുന്ന സ്ഥലം, ഞാൻ കോഴിക്കോട് താമസിച്ച സ്ഥലത്തിൻ്റെ പേര് 6-ാം മൈൽ എന്നാണ്. 6-ാം മൈലിൽ നിന്ന് ഒരുപാട് സ്ഥലം കേരളത്തിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. 7-ാം മൈൽ എഴുതിയിട്ടുണ്ട്, 8-ാം മൈൽ എന്ന് ആലോചിച്ചിട്ട് 10-ാം മൈൽ ആലോചിച്ചു. 10-ാകുമ്പോൾ ഭയങ്കര ലെങ്ത് ആവും. അപ്പം അത് 10 മൈൽ എന്ന് പറയുമ്പോൾ ഒരു 13 കിലോമീറ്റർ എന്തോ വരും. അപ്പം 5-ാം മൈൽ നമ്മൾ ഒരു കേൾക്കാൻ സുഖമില്ല, 3-ാം മൈൽ കേൾക്കാൻ സുഖമില്ല, അപ്പം 4 അപ്പം 6-ാം മൈൽ അത് കേൾക്കാൻ ഒരു സുഖമാണ്. അങ്ങനെ ഫിറ്റ് ചെയ്ത് സ്ഥലം ഇവർക്ക് എത്താൻ പറ്റരുത്, അങ്ങനത്തെ ഒരു സ്ഥലം വേണം. ഒരുപാട് ലെങ്ത് ആവാൻ പാടില്ല, കുറച്ചാവാനും പാടില്ല, ആ ക്ഷീണവും വരണം. അങ്ങനെയാണ് 6-ാം മൈൽ എന്നുള്ള സാധനം വെച്ചത്. നമ്മളാദ്യം 6-ാം മറ്റേ മൈൽ കുറ്റി എന്നൊക്കെയാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ 6-ാം മൈലിലോട്ട് എത്തി. അപ്പം ഇത് ആദ്യം ഇവർ പറയുന്നുണ്ട് വെറും 12 മൈലുള്ളൂടെ നമുക്ക് ഒരു ബസ് പിടിച്ച് പോയി പെട്ടെന്ന് പോയി കാണാമല്ലോ. പിന്നെ ഇതേ ഒരു ഇവിടെ 12 മൈലുണ്ട്. അതായത് ഒരേ കാര്യം തന്നെ 2 രീതിയിൽ പറയുന്നുണ്ട്. അത് ഞാൻ എഴുതുന്ന പാറ്റേണിലൊക്കെ ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ ഒരേ കാര്യം തന്നെ 2 രീതിയിൽ നമ്മൾ കാണുന്നുണ്ടാവും സിനിമയ്ക്കകത്ത്. ഫോർ എക്സാമ്പിൾ വാഴ 1-ൽ നമ്മുടെ ഹോസ്പിറ്റൽ സീനിൽ ഒരു രാത്രി ചായ കുടിക്കാൻ പോകുന്നൊരു സീൻ, അതേ ഹോസ്പിറ്റൽ നമ്മൾ രാവിലെ പോകുമ്പോൾ ഭയങ്കര തിരക്കും, അവർക്ക് സംസാരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുന്നുണ്ട്. നമുക്ക് ഇതിന് ടോൺ മാറുന്നതിൻ്റെ ബുദ്ധിമുട്ട്, ഒരേ കാര്യം തന്നെ 2 പോയി ആ അറ്റ്മോസ്ഫിയർ മാറുമ്പോൾ മൂടൊക്കെ മാറുന്നുണ്ട്. അത് വാഴ 2-ലും ഉണ്ട്. സ്കൂളിൽ നമ്മൾ രാവിലെ കണ്ട സ്കൂളല്ലൂടെ രാത്രി എന്ന് പറയുന്നത്, ആ പാത്രം എടുക്കാൻ വേണ്ടി ആ 2 കുട്ടികൾ പോകുമ്പോൾ പേടിപ്പിക്കുന്ന സ്കൂളാണ് അവർക്ക്. നമുക്ക് വേണം അത് ഒഴിവാക്കായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ല, നമ്മൾ പകൽ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഓടി നമ്മുടെ സ്വന്തം സ്കൂള്, രാത്രി അതേ സമയത്ത് നമുക്ക് ഭയങ്കര പേടിയുള്ളതാണ്. അപ്പം ഇത് മാറുന്നുണ്ട്. അപ്പം അതുപോലെ 6-ാം മൈലും ആദ്യം ഭയങ്കര സ്മൂത്തായിട്ട് തോന്നിയൊരു കാര്യം പിന്നെ ഭയങ്കര മോശമായിട്ട് അവർക്ക് 6 മൈലുണ്ട് പണ്ടാരം നടക്കണം എന്നുള്ള സാധനത്തിലോട്ട് അവരെത്തി. അപ്പം ഈ ഒരു ചേഞ്ച്, ഈ POV ചേഞ്ചസ് ഈ പടത്തിന് ഭയങ്കര എപ്പോഴും ഷിഫ്റ്റ് ചെയ്തിട്ടാണ് ഈ പടം ചെയ്തിരിക്കുന്നത്. ഈ സ്കൂളിങ്ങുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു എല്ലാ ജനറേഷനും കണക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു അധ്യാപകനായിരിക്കും മുജീബ് സാർ. ഏതെങ്കിലുമൊക്കെ പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടി ഇതിൽ വന്നിട്ടുണ്ടോ? ഉണ്ടാവും. എനിക്ക് അങ്ങനെ ഓർത്ത് വയ്ക്കുന്ന ഒരാൾ. പക്ഷെ ഞാൻ ചുറ്റുമുള്ളവരെന്ന് ചോദിക്കുമ്പം അവർ പറയുന്ന കാര്യങ്ങൾ ഇപ്പം ഞങ്ങൾ എല്ലാവരും നിന്ന് സംസാരിക്കും. അപ്പം സംസാരിക്കുമ്പോൾ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു ഐഡിയാസ്, എൻ്റെ ഐഡിയാസ് എല്ലാം കൂടെ ക്ലബ് ചെയ്തിരിക്കും. ഇത് ആരേതാണ് പർട്ടിക്കുലർ എടുത്തത് എനിക്ക് തന്നെ ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. പക്ഷെ ഞാൻ എല്ലാം എടുത്ത് എന്ത് കിട്ടിയാലും ഞാൻ അതിന് കളക്ട് ചെയ്യാൻ, അതിനകത്തൊരു സിനിമ കാണാൻ ശ്രമിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു കളക്റ്റീവ് എഫക്റ്റിലാണ് ആ മുജീബ് സാർ എന്നുള്ള ഒരാൾ. ചിലപ്പോൾ എല്ലാം ഒരാളിൽ നിന്ന് കിട്ടിയ സാധനങ്ങളായിരിക്കും. ചിലപ്പം അടിക്കുന്ന വേറൊരു സാറായിരിക്കാം, ഇപ്പം മോശമായിട്ട് പെരുമാറുന്ന വേറൊരു സാറായിരിക്കാം. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ കളക്ട് ചെയ്തുണ്ടാക്കുന്ന ഒരു കാര്യമില്ല. അപ്പോൾ എന്തായാലും എവിടെയെങ്കിലുമൊക്കെ എൻ്റെ നിന്ന് കിട്ടിയിട്ടുണ്ടാവും, ബാക്കിയുള്ളവർക്ക് കിട്ടിയിട്ടുണ്ടാവും, ഉറപ്പാണത്. ജയഹേ ഒരു സ്ത്രീപക്ഷ സിനിമയായി കൂടി വിലയിരുത്തപ്പെട്ട സിനിമയാണ്. വാഴ ഫ്രാഞ്ചൈസിലെ അടുത്ത സിനിമ പെൺകുട്ടികളുടെ കഥയാണ് എന്നാണ് പിന്നീട് വിശദീകരിച്ചിട്ടുള്ളത്. പക്ഷേ അതിന് വന്ന കമൻറ്റ്, ഈ പെൺകുട്ടികളുടെ കഥ എന്താണ് ഇത്രമാത്രം പറയാനുള്ളത് തുടങ്ങി ഒരുപാട് നെഗറ്റീവ്സ് സോഷ്യൽ മീഡിയ വഴി വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. കണ്ടിരുന്നോ? എന്താ വാഴ 3 കൊണ്ട് ഉദ്ദേശിക്കുക? അല്ല, നമ്മൾ ചെയ്യുമ്പോഴും വാഴ ചെയ്യുമ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡിസ്കഷൻ തന്നെയാണ്. ബേസിക്കലി ഇത് നമ്മൾ പുറത്തുപോയി സംസാരിക്കണം. ഞാൻ എപ്പോഴും പറയും, നമ്മളിത്
ആളുകൾ ആർട്ടിക്കിൾ എഴുതിയിടും, അല്ലെങ്കിൽ ആളുകൾ വലിയ കഥകൾ എഴുതിയിടും എന്ന് ഞാൻ ചെയ്യുന്ന സമയത്ത് എല്ലാവരോടും പറയും. എന്നുവെച്ചാൽ നമുക്കത് വരും, കാര്യം ഇതിന് ഒരുപാട് ലേയേഴ്സ് ഉണ്ട്, നമ്മളറിയാത്ത സാധനങ്ങൾക്ക് ആളുകൾ സംസാരിച്ചു തുടങ്ങുന്നത്. അത് വന്നപ്പോഴാണ് വാഴയിൽ കുറച്ചുകൂടി, വാഴ ആദ്യ ഡ്രാഫ്റ്റ് ഇത്രയും ഈ പൊളിറ്റിക്കൽ ഒന്നും ഡിസ്കസ് ചെയ്യുന്ന സാധനങ്ങളല്ല. സെക്കൻഡിൽ വാഴ ഒന്നിൽ വന്നപ്പോൾ നമ്മൾ കുറച്ച് ആഡ് ചെയ്തെങ്കിലും അത്രയും ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ടില്ല. വാഴ ടു വന്നപ്പോൾ കുറച്ചുകൂടെ നമ്മളും മെച്യൂർഡായി, നമുക്ക് കുറച്ചുകൂടി ആ ഒരു എക്സ്പീരിയൻസ് കൂടി യൂസ് ചെയ്ത് എഴുതുമ്പോഴും നമുക്ക് തോന്നും. ഫസ്റ്റ് വീക്ക് വരുന്നതെല്ലാം ജെൻസീസ് ആണ്, സെക്കൻഡ് വീക്ക് വരുന്നതെല്ലാം ഫാമിലി കരച്ചിൽ ഇഷ്ടപ്പെടുന്നത്, അത് ഫാമിലി ലാസ്റ്റത്തെ ഡ്രാമ ഇഷ്ടപ്പെടുന്നത്. മൂന്നാമത്തെ ആഴ്ച മുതൽ ന്യൂസ് ചാനൽ കാണുന്ന ആൾക്കാർ വരും എന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. മൂന്നാമത്തെ ആഴ്ചയിൽ ഈ പറഞ്ഞ ഗ്രൗണ്ടിനെ കുറിച്ചുള്ള ഡിസ്കഷൻ വരും. ഇതൊക്കെ നമ്മുടെ ഒരു പ്ലാൻ പോലെ നമ്മൾ ഇപ്പം പറയുമായിരുന്നു. അപ്പം ഇതിനകത്ത് നിന്നിട്ട് എന്തൊക്കെ പറയാൻ പറ്റും എന്നുള്ള ഹാലത്തിൽ നിൽക്കുന്ന ഒരു സിനിമയാണിത്. ഈ സിനിമയ്ക്ക് മാത്രമേ എനിക്ക് ആ സ്പേസ് ഉള്ളൂ. വേറൊരു സിനിമ, ഒരു ടൈപ്പ് ഓഫ് സിനിമ പറഞ്ഞാൽ എനിക്ക് ഈ കഥകളോ പൊളിറ്റിക്സ് ഒന്നും പറയില്ല. ഇത് ആളുകൾക്ക് ഡിസ്കസ് ചെയ്യാനും ഇഷ്ടമാണ്, ഇത് പ്രതീക്ഷിച്ചും തന്നെയാണ് വരുന്നത്. അപ്പം വാഴ 3 കൂടുതൽ പൊളിറ്റിക്കൽ ആവാനാണ് സാധ്യത. ഇല്ല, കുറച്ച് ഞാൻ ചിലപ്പോൾ കുറയ്ക്കും. കാര്യം എന്ന് വെച്ചാൽ ഇത് ആളുകൾ, സ്ത്രീകൾ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ നല്ല സൈഡ് കാണിക്കാനും അവരുടെ ലൈഫ് അത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് കാണിക്കാനും ചിലപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുക. അതൊന്നും ഞാൻ എഴുതിയിട്ടില്ല ഒന്നും. പക്ഷെ എന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെടണം, നമ്മളെ സ്ത്രീകളെ നന്നായിട്ട് മനോഹരമായിട്ടും കാണിക്കണം. എന്നാൽ ഈ പറഞ്ഞ ഈ തെറ്റിദ്ധാരണയുള്ള ആണുങ്ങളെ അവരൊന്ന് ഉണർത്തുകയും ചെയ്യണം എന്നുള്ള രീതിയിൽ. ഇപ്പോൾ സ്ത്രീകളുടെ സിനിമ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു കണ്ണീർ സ്പാർക്ക് ഉണ്ടാക്കണം, ഉറപ്പാണ്. അതെനിക്കത് ഈ പറഞ്ഞ ഈ കമൻസുകൾ ഒരുപാട് ഗുണം ചെയ്യുന്നു തോന്നിയിട്ടുണ്ട്. ഞാനൊരു കഥയില്ലായിരുന്നപ്പോൾ എനിക്ക് കഥകൾ ഇവർ തരുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ സ്ത്രീകളുടെ പടങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും കണ്ണീർ സിനിമകളാണെന്നൊരു വിചാരം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതങ്ങനെയല്ല, നമുക്ക് അവരെ ഫൺ സിനിമകൾ എടുക്കാൻ പറ്റുമല്ലോ, എടുത്തിട്ടുണ്ടല്ലോ പലരും. അപ്പം അതോർത്ത് ഫൺ സിനിമ തന്നെയായിരിക്കും. ഈ വാഴ 2 പോലെ തന്നെ വാഴ 3 കുറച്ച് ഫണ്ണും ഉണ്ടാവും. എന്നാൽ അവരുടെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന സിനിമ തന്നെയായിരിക്കും. ഈ പറഞ്ഞ ഇതേ ടെംപ്ലേറ്റ് ഒക്കെ തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്നത്. പക്ഷേ എന്നാൽ നിങ്ങൾക്ക് കുറച്ച് തിരിച്ചറിവുകളോ പിയോ ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ആഡ് ചെയ്യും. പൊതുവേ നമ്മുടെ സിനിമയിൽ ബ്രൊമാൻസ് സിനിമകൾ ഇഷ്ടംപോലെ സിനിമകളുണ്ട്. ഇപ്പോൾ വാഴ ഫ്രാഞ്ചൈസിലെ 2 സിനിമയിലും ഈ ബ്രൊമാൻസ് കാര്യമായിട്ടുണ്ട്. പക്ഷേ അതേപോലെ 2 പെൺകുട്ടികളുടെ അല്ലെങ്കിൽ ഒരു കൂട്ടം പെൺകുട്ടികളുടെ സൗഹൃദത്തിൻ്റെ കഥ എനിക്ക് തോന്നുന്നു അത്രയും ആഴത്തിൽ വന്നിട്ടില്ല. ഇതൊക്കെ എൻ്റെ നൻപനെ പോലെ വേറെ ആരും ഇല്ല എന്ന് ആൺകുട്ടികളെയാണ് കൂടുതൽ ചിന്തിക്കുക. അങ്ങനെ ഉണ്ടാവുമോ? ഉറപ്പായിട്ടും വരണമല്ലോ. അത് അതിനുള്ള റിസർച്ചിലാണ് നമുക്കും അത് അങ്ങനെ തന്നെ വരണമെന്നാണ്. അവരുടെ ഫ്രണ്ട്ഷിപ്പും അവരുടെ ഇമോഷനും അവരുടെ ഹാപ്പിനെസ്സും ഒക്കെ കാണിക്കണം, അവരുടെ വിഷമം കാണിക്കണം, അവരുടെ POVs കാണിക്കണം. ഈ പറഞ്ഞ തെറ്റിദ്ധരിക്കപ്പെട്ട പാട്രിയാർക്കൽ സൊസൈറ്റിയിലുള്ള ആണുങ്ങളും തിരിച്ചറിയപ്പെടണമെങ്കിൽ അവരും അവരെ ഒന്ന് ഉണർത്തണമെങ്കിൽ അവരും കണ്ട് മനസ്സിലാക്കണം. നമ്മൾ ജയിൽ ചെയ്തിട്ടുണ്ടത്. അതുപോലെ സാധനങ്ങൾ പിടിക്കാൻ നോക്കും മാക്സിമം. പിന്നെ ബാക്കിയൊക്കെ എഴുതി വരുന്ന പോലെയും നമ്മൾ എടുത്തു വരുന്ന പോലെ ഇരിക്കും. ഈ ജയഹേ മുതൽ വാഴ 2 വരെ അത് കുറേ സോഷ്യൽ ഇഷ്യൂസ് ചർച്ച ചെയ്തിട്ടുള്ള സിനിമകളാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ ഗുരുവായൂർ അമ്പലനടയിൽ ഒരു പ്ലെയിൻ എൻ്റർടൈനറാണ്. അടുത്ത സിനിമ പൃഥ്വിരാജുമായാണ്. അതിൻ്റെ ഒരു നേച്ചർ എങ്ങനെയാണ്? അതിൽ ഈ പറഞ്ഞ ഇങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അതിനകത്ത് തമാശയും ഒരു ഫാമിലി പരിപാടിയൊക്കെ ആയിട്ടൊരു കുഞ്ഞു പടം തന്നെയാണ്. അതിനകത്ത് ഞങ്ങൾ ഓരോ സിനിമയ്ക്ക് ഓരോ നീഡുണ്ട്, നമ്മൾ എന്തിനാണ് ഈ സിനിമ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തും കുറച്ച് രസമുള്ള ഞാൻ അത് എക്സ്പ്ലോർ ചെയ്യാത്ത കുറച്ച് ഏരിയാസ് ഉണ്ട്, അത് പിടിക്കുക എന്നുള്ളതാണ്. ഈ എല്ലാ സിനിമയും പൊളിറ്റിക്സ് പറയാൻ വേണ്ടി ഞാൻ ചിലപ്പോൾ എടുക്കണമെന്നില്ല. അപ്പം അതിൻ്റെ ബ്രേക്കാണ് എനിക്ക് ഗുരുവായൂർ അമ്പലനടയിൽ എന്നുള്ളതാണ്. അപ്പോൾ ആ സിനിമയ്ക്ക് ഞാൻ പറയാം, അതിനകത്ത് അത് മതി. ഇനി അതിനകത്ത് പോയി ഞാൻ ഒരു കഥയൊക്കെ പറഞ്ഞ് നിഖില വിമലിൻ്റെ ഇമോഷൻ കൂടുതൽ ഗ്ലോറിഫൈ ചെയ്ത്, ഇല്ലെങ്കിൽ പെണ്ണുങ്ങളെ മോശമായിട്ട് കാണിച്ചില്ലെങ്കിൽ ആണുങ്ങളെ ഗ്ലോറിഫൈ ഇങ്ങനൊന്നും പറയാതെ നിങ്ങൾ സിനിമയായിട്ട് കണ്ട് ചിരിച്ച് പോയാൽ മതി എന്ന് വിചാരിച്ചിട്ടല്ലേ നമുക്ക് വീണ്ടും ഞാൻ 4 ഇമോഷൻ സീൻ കൂടെ ആഡ് ചെയ്ത് ഒരു കുറച്ചുകൂടെ ഡെപ്താക്കി കൊടുക്കാമായിരുന്നു. പക്ഷെ വേണ്ട, അത് ഓരോ സിനിമയ്ക്ക് നീഡുണ്ട്. ഗുരുവാൻ്റെ നീഡ് അതായിരുന്നു, വാഴയുടെ നീഡ് ഇതാണ്. ഇനി സന്തോഷിപ്പിക്ക് വേറൊരു നീഡായിരിക്കാം. അത് നമുക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ രസമുണ്ടെങ്കിൽ വർക്കാവും, ആളുകൾക്ക് ഇഷ്ടപ്പെടും. വെർസറ്റൈലിറ്റി ആണ്. വെർസറ്റൈൽ എനിക്ക് പറയാം. കഥയാണ് ഞാൻ ആദ്യം തേടുന്നത്. ആ കഥ കൊള്ളാമെങ്കിൽ ഞാൻ അതിലോട്ട് പോകുന്നില്ല. ഇപ്പം അടുത്ത വീണ്ടും ഇനിയിപ്പം കഥ അല്ലാതെ വേറെ ഒന്നിനെ കുറിച്ചും, ഒരു ആക്ടറിനെ കുറിച്ചോ ഒരു പ്രൊഡ്യൂസറെ കുറിച്ചോ എന്ത് ടൈപ്പ് ഓഫ് ജോണർ ഒന്നും എനിക്ക് അറിയില്ല. കഥ കിട്ടുക എന്നുള്ളത്, അതൊരു കഥ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാണ് ഞാൻ. ഒരുപാട് കഥ കിട്ടും എനിക്ക് ഭയങ്കരമായിട്ട്. പക്ഷെ അത് സ്ക്രീൻ പ്ലേ ആക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾ തന്നെയാണ്. കഥയിലൊന്നുമില്ല. എനിക്ക് കഥ കേട്ടെന്ന് എനിക്കൊരു ഗൂസ് ബംസോ ഒരു ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടൊന്നും ആരുടെ കഥ കേട്ടാലും എൻ്റെ കഥ കേട്ടാലും വരില്ല എനിക്ക്. ആ സ്ക്രീൻ പ്ലേ തന്നെയാണുള്ളത്. അപ്പോൾ ആ സ്ക്രീൻ പ്ലേ ഉണ്ടാക്കാനെടുക്കുന്ന ഒരു പാട്. അപ്പോൾ ഒരു കഥ കേട്ടാൽ അല്ലെങ്കിൽ കഥ ഇഷ്ടപ്പെട്ട് അതിനകത്ത് ഇത്ര എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ആലോചിച്ചിട്ടൊരു അതിനൊരു ജോലി പോലെ, അതായത് ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷത്തിൽ എനിക്ക് ഇത്ര പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണം, അങ്ങനെയല്ല. അങ്ങനെയൊന്നുമില്ല, ഒരിക്കലും ഇല്ലല്ലോ. അങ്ങനെയൊന്നും നമുക്കിത് അങ്ങനെ ഒരു പ്രോസസ്സിൽ നടക്കുന്നില്ല. ചിലപ്പോൾ 1 വർഷം 3 പടം ചെയ്യാൻ ക്രിയേറ്റീവ്ലി സാറ്റിസ്ഫാക്ഷൻ ചെയ്യുന്നു, അതുവരെ ചെയ്യുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഇതിപ്പോൾ നമുക്കത് ചെയ്യാമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് വേറെയും പുറത്തുനിന്ന്, മലയാളത്തിന് പുറത്തുനിന്ന് ഇഷ്ടംപോലെ ഓഫറുകൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്കത് പലതിനും കൈ കൊടുക്കാത്തത്
കഥയൊക്കെ പറഞ്ഞ് നമ്മൾ ഓക്കെ ആയിട്ടും അവരും ഓക്കെയാണ് ഞാനും ഓക്കെയാണ്. പക്ഷേ ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യാം, എനിക്കത് സാറ്റിസ്ഫാക്ഷൻ കുറവൊന്നുമല്ല. ഒരു വർഷം ഇതിനകത്തോട്ട് കളയുമ്പോൾ എന്നെ ഇവിടെ ഒരു 2 പടം എനിക്ക് മിസ്സാവും. എഴുതുന്നയാളും പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒന്ന് അതിൻ്റെ അത്രയും വർത്താണോ ഇത് എന്ന് ഞാൻ ചോദിച്ചിട്ട് ആലോചിച്ചിട്ടൊക്കെ ഞാൻ അത് കൈ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാനത് എൻ്റെ സാറ്റിസ്ഫാക്ഷനപ്പുറം അല്ലെങ്കിൽ സിനിമ വർക്കാവുന്നു എന്നുള്ളതിനപ്പുറം വേറൊന്നും ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. ഇപ്പോൾ റൈറ്ററാണ്, പ്രൊഡ്യൂസറാണ്, ഡയറക്ടറാണ്. ഏത് റോളാണ് കൂടുതൽ എൻജോയ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ? ഇത് എൻജോയ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിതൊരു പ്രോസസ്സായിട്ട് കാണുന്നത്. എന്തും ടെൻഷൻ പിടിച്ച പരിപാടിയാണ്. പക്ഷേ ഒരു ഐഡിയ ഉണ്ടാക്കി ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന നെഗറ്റീവ്സ് ഉണ്ടാവുമല്ലോ എനിക്ക്. അത് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനൊരു കഥയുടെ ഒരു ഐഡിയ പറയുമ്പോൾ ഇവർ ആദ്യം ജയോ വാഴയോ ഇല്ലെങ്കിൽ ഞാൻ മുൻ ചെയ്ത പടങ്ങൾ വെച്ച് കമ്പയർ ചെയ്ത് അത്രയും വരുന്നില്ലല്ലോ എന്ന് പറയും. അപ്പം എൻ്റെ ഒരു ഇതാണ്, ഇത് അതിനേക്കാൾ മികച്ചതാക്കണമെന്ന് ഞാനൊന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഒരു ഫൈറ്റിംഗ് മെൻറ്റാലിറ്റി എപ്പോഴും ഉള്ളതുകൊണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളൊരു ചോയ്സ്, ഈ പടം ഞാൻ ഡയറക്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ. ഇപ്പോൾ ശ്രീനിവാസൻ ഒരുപാട് ഗംഭീര സിനിമകൾ എഴുതിയിട്ടുണ്ട്, പക്ഷേ 2 സിനിമയെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളൂ. 2 ഗംഭീര സിനിമകളുമാണ്. അതുപോലെ ഈ സിനിമ ഞാൻ ഡയറക്റ്റ് ചെയ്യണമെന്ന് തോന്നുന്ന ഒരു സംഗതി, ആ ഒരു മൊമെന്റ് അതെന്താണ്? വേറൊരാൾക്ക് ചെയ്താൽ അത് ഇത്രയും വർക്കാവില്ലെന്ന് തോന്നുന്നുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ വാഴ എല്ലാവർക്കും ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ്. എന്നുവെച്ചാൽ ഞാൻ പറയുന്ന കുറേയൊക്കെ സവിനും ആനന്ദിനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, വിഷന് പറ്റും എന്നൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ ജയ ഞാൻ ഒരാളടുത്ത് പറഞ്ഞു ഇനി ആരെടുത്താലും ഞാൻ എടുത്ത പോലെ വരില്ല. വേറെ ചിലപ്പോൾ ബെറ്റർ വേർഷൻ വരാം, ചിലപ്പോൾ മോശം ഇതല്ല. ഗുരുവായൂർ എനിക്ക് ഇപ്പോഴും പറയാം, അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഒരു സിനിമയാണ്. അപ്പോൾ ആ സിനിമ നമ്മൾ ധൈര്യമായിട്ട് ഇറങ്ങി ആ ഒരു വെല്ലുവിളികളായിരിക്കും ചിലപ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ ഇപ്പോൾ കഥ എഴുതുന്നതിൽ പറഞ്ഞ വെല്ലുവിളി ഇതെടുത്താൽ വർക്കാവില്ലെന്ന് പറയുമ്പോഴാണ് എനിക്കത് എന്നാൽ പിന്നെ ഇത് എടുക്കണമല്ലോ എന്ന് പറയുന്നൊരു സാധനത്തിലാണ് എൻ്റെ ട്രിപ്പെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലാതെ പാഷനേറ്റായിട്ടല്ല ഞാൻ ഒരു ആർട്ട് ഫോം എന്നുള്ള നിലയിൽ ഇതിനെ കാണുന്നില്ല. അത് ഭയങ്കര ഫേക്ക് ആയിട്ടാണ് തോന്നുന്നത്. ഇത്രയും ആർട്ട് അങ്ങനെയല്ലേ നമ്മൾ സ്വന്തം ഇഷ്ടത്തിന് സ്വന്തം രീതിയിൽ അങ്ങനെ പടം ചെയ്ത് ആരും കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുന്ന രീതിയിലോട്ടൊക്കെ പോകും. ഇപ്പം ഞാൻ നാട്ടുകാരെ സാറ്റിസ്ഫാക്ഷൻ ചെയ്യിക്കാൻ എടുക്കണമെങ്കിൽ പ്രൊഡ്യൂസറെ സാറ്റിസ്ഫൈ ചെയ്യിക്കണം, ഈ താരത്തിനെ സാറ്റിസ്ഫൈ ചെയ്യണം, എന്നെ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് സാറ്റിസ്ഫാക്ഷനാണ് കൂടുതൽ, ആർട്ട് കുറച്ച് കുറവാണ്. ഇനി പൃഥ്വിരാജ്, നിവിൻ പോളി അടുത്ത സിനിമകളുടെ ലൈൻ നോക്കുമ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ വാഴ 2 വളരെ സാധാരണ റീൽ ചെയ്ത് അങ്ങനെ പോപ്പുലർ ആയിട്ടുള്ള കുട്ടികളെ വെച്ചെടുത്തിട്ടുള്ള സിനിമയാണ്. താരഭാരങ്ങളില്ല. പക്ഷേ ഇനി വരുന്നത് ബിഗ് നെയിംസിൻ്റെ സിനിമയാണ്. ഒരു ഇൻഡസ്ട്രിയിലെ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങൾ ബാധിക്കാറുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനൊന്നും പറ്റില്ല. നമ്മളൊന്ന് അറിഞ്ഞാലാണ് ഇതിൻ്റെയൊക്കെ ടെൻഷൻ വരുന്നത്. ഞാനിപ്പോഴും സിനിമ നന്നാക്കി ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഇത് ബാക്കിയെല്ലാം വരും. നമ്മുടെ ഈ പറഞ്ഞ അതിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷനും ആളുകളുടെ ഇഷ്ടമൊക്കെ വരും. ഒറ്റ കണ്ടീഷൻ, നിങ്ങളെ പടം ഇഷ്ടപ്പെടുത്തിയാൽ മതി എന്നുള്ളതാണ്. അപ്പം അതിനപ്പുറം വേറെ ഒന്നിനെക്കുറിച്ചും, അതിപ്പോൾ ഒരു നല്ലൊരു സിനിമയുടെ ഒരു ആക്ടറിൻ്റെ ഓഫർ വന്നാലും ഒരു പ്രൊഡ്യൂസറിൻ്റെ ഓഫർ വന്നാലും ഏറ്റവും കൂടുതൽ ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുള്ളൂ. അപ്പോൾ ഇവർ ഇത് വേണ്ടാന്ന് പറയണമെന്ന് വയ്ക്കുമ്പോൾ അത് ഞാൻ പറയാം, പുറത്തുള്ള തെലുങ്ക്, തമിഴിൽ നിന്നൊക്കെ ഏറ്റവും ടോപ്പസ്റ്റ് ആക്ടേഴ്സിൻ്റെ എന്നൊക്കെ വരുമ്പോഴും നമ്മൾ വിടുന്നത് ഈ സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടുന്നുണ്ടോ, ഇത് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രമേ ഞാൻ ആലോചിക്കുന്നുള്ളൂ. അതിനപ്പുറം അതിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ ആളുകൾക്ക് എത്ര കിട്ടി, അതിൻ്റെ ഇൻഡസ്ട്രി റേറ്റ്, ഇതൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവും. കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഓക്കെ കൊള്ളണം. പക്ഷേ അത് ആലോചിച്ചിട്ട് സിനിമയിലോട്ട് ഇറങ്ങാറില്ല. സിനിമ ഓഡിയൻസിനുള്ളതാണ്. ഇല്ലെങ്കിൽ ഞാൻ ഒരു ആർട്ടോട് കൊടുത്തിട്ട് മര്യാദയ്ക്ക് വീട്ടിലിരിക്കുക എന്നുള്ള പ്ലാനാണ്. ഇപ്പോൾ തെലുങ്കിലും ഒരു കൈ നോക്കുകയാണ് വാഴ. അതിൻ്റെ തെലുങ്ക് വേർഷൻ സ്വീകരിക്കപ്പെടുന്നുണ്ട്. സാധാരണ നമ്മൾ തെലുങ്ക് സിനിമകളെ മലയാളികൾ കാര്യമായിട്ട് സ്വീകരിക്കാറുണ്ട്. അതുപോലെ അവരും സ്വീകരിക്കുന്നുണ്ട്. ഇത് ഈ പറയുന്ന യൂണിവേഴ്സലായിട്ട് ഇത് കണക്ട് ചെയ്യുന്നുണ്ട്. പിള്ളേരുടെ ലൈഫ്, പിന്നെ ഈ പറഞ്ഞ് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ കുറേയൊക്കെ അവർ കണക്ട് ആവുന്നുണ്ട്. അപ്പം പടം തിയേറ്റർ എന്തായാലും ഹൗസ്ഫുള്ളായിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പം അതെങ്ങനെയാണ് അത് ഹിറ്റാണോ, അതിൻ്റെ ഒരു കമേഴ്ഷ്യൽ എലിമെൻറ്റ്സ് ഒന്നും എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അവിടെ എത്രത്തോളം പോയാലാണ് ഹിറ്റാവുക, എത്ര തിയേറ്ററിൽ വന്നാണ് ഹിറ്റാവുക, ഈ കണക്കൊന്നും ഇവിടെ ഉള്ള പോലെ നമുക്ക് അവിടെ അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പക്ഷേ നമ്മൾ സാറ്റിസ്ഫൈ, നമ്മളത് ഇറക്കുന്നത് വാഴ 3 കുറച്ചും കൂടെ റീച്ച് വരട്ടെ. നമുക്ക് ഒരേ സമയത്ത് എല്ലാ ഭാഷകളിലും ഇറക്കാൻ പറ്റണം. എല്ലാ നാട്ടിലും സ്ത്രീകളുണ്ടല്ലോ, അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണം. അപ്പോൾ അതിൻ്റെ ഒരു ബേസ്മെൻ്റ് ആയിട്ടേ നമ്മൾ തന്നെ വാഴ 2 കാണുന്നുള്ളൂ തെലുങ്ക് റിലീസിന്. അപ്പോൾ അതിനുള്ള ഒരു ബേസ്മെൻറ്റ് ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. ഈ വാഴ 3 ഷെഡ്യൂളൊക്കെ ആയോ? വാഴ 3 പോസ്റ്റർ ഒഴികെ ഒന്നും ചെയ്തിട്ടില്ല, അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല. ഈ കമൻസുകൾ കാണുമ്പോൾ ഞാൻ ഡയറക്ടറിനോടും എഡിയോടും ഇതെല്ലാം എടുത്തു വെച്ചു, നമുക്ക് എന്തെങ്കിലും ആവശ്യം വരും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ സ്ത്രീകളും തന്നെയാണോ ചെയ്യുന്നത്? അല്ല, വിശ്വൻ എന്നുള്ളവരാണ്. വിശ്വൻ ശ്രീജിത്താണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ കുറേ കാലമായിട്ടാണ്. ഈ വാഴ ഫ്രാഞ്ചൈസിലെ 3 സിനിമയും 3 ആളുകളാവും. അപ്പോൾ ഉറപ്പായിട്ടും ഇത് എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സിനിമയും എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ യാതൊരു ആഗ്രഹമില്ല. ഞാൻ ഭയങ്കര മടിയനായിട്ടൊരു ആൾ തന്നെയാണ് ഇപ്പോൾ. അപ്പം ഇത് ഭയങ്കര പാഷനായിട്ട് ഇതിങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കുന്നതുമില്ല. അപ്പം എല്ലാവരും പടം ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. പ്രത്യേകിച്ച് കൂടുതലുള്ളവർ ചെയ്യുമ്പം
ഓക്കെ, ഞാൻ കുറെ കാലം കഷ്ടപ്പെട്ടുകൊണ്ട് എനിക്ക് അവർ ചെയ്യുമ്പോൾ എനിക്ക് സന്തോഷം. പിന്നെ ഇവരൊക്കെ കുറച്ചൊക്കെ ഇൻട്രോവേർട്ടാണ്, ഈ വിശ്വനാണെങ്കിലും സവിനാണെങ്കിലും ഇച്ചിരി ഇൻട്രോവേർട്ട് പാവങ്ങളാണ്. അപ്പോൾ അവന്മാർ ഒരിടത്ത് പോയി ഒരു കഥ പിച്ച് ചെയ്ത് ഒരു പ്രൊഡ്യൂസറിൻ്റെ അടുത്തും ഒരു ആക്ടറിൻ്റെ അടുത്തൊക്കെ പോയി കഥ പിച്ച് ചെയ്ത് ഭയങ്കര നല്ല കഥയാണ്, ഇത് ഇങ്ങനെ തന്നെ വർക്കാവുന്നു ഒരിടത്തും പോയി പറയില്ല. അവർ ഭയങ്കര ഷൈ ഉള്ള ആൾക്കാർ. നമ്മൾ ഈ കുറച്ച് നാക്കൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡ്യൂസറിനെ അടിച്ചിടാനും ആക്ടറിനെ അടിച്ചിടാനും പറ്റുള്ളൂ. അങ്ങനെയാണ് ഈ സിനിമകളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇവരൊന്നും അങ്ങനെ സംസാരിക്കുന്നില്ല, കഴിവുകൊണ്ട് സംസാരിക്കില്ല. അപ്പം ഈ ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്തൊരു ഏരിയ അവിടെയാണ്. അപ്പം അതെനിക്ക് മനസ്സിലാവും, നമ്മളൊന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ. ഇപ്പം സവിൻ സ്റ്റേജിലൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് എന്നെ ഓർമ്മ വരുന്നത്, കാരണം ഞാൻ ജയ വരെ എനിക്ക് സ്റ്റേജ് ഭയങ്കര ഫിയറാണ് കയറാൻ, സംസാരിക്കാനൊക്കെ. പക്ഷേ സവിനും അതുപോലെ ഉണ്ടായിരുന്നു. സവിൻ ഇപ്പം പടം വർക്കായി സക്സസ് ആയി അവനത് സെൽഫായിട്ട് പ്രൂവ് ചെയ്തപ്പം ഉണ്ടായ കോൺഫിഡൻസ് കാണുമ്പോൾ എനിക്ക് കൊള്ളാമല്ലോ, അവന് സ്റ്റേജിൽ കയറാൻ പറ്റുന്നുണ്ടല്ലോ. തിയേറ്റേഴ്സിനൊക്കെ നിർബന്ധിച്ച് കൊണ്ടുപോയി എന്നെ കാണിച്ചു കൊടുക്കുന്നത് ഇത് എക്സ്പ്ലോർ ചെയ്യണം, ആ ഇൻട്രോവേർട്ട് സ്വഭാവം ഒന്ന് മാറട്ടെ, ഞാൻ ഇങ്ങനെയാണ് മാറിയെന്ന് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഫസ്റ്റ് സിനിമ ഇത്ര കളക്ട് ചെയ്ത അപ്പോൾ അവനത് പേടിയായിട്ടാണ് തോന്നുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് ആ മൊമെന്റ് എൻജോയ് ചെയ്യുക, അടുത്ത പരിപാടി പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തുടർന്നുള്ള എല്ലാ സംരംഭങ്ങൾക്കും ആശംസകൾ. താങ്ക് യു. താങ്ക് യു.